ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ കാലയളവിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സന്ദേശമാണ് വിശുദ്ധിയെക്കുറിച്ചുള്ള സന്ദേശം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എലീശായെക്കുറിച്ചുള്ള ഒരു ചെറിയ പാസേജ് വായിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ നടത്തുന്നത്. ശൂന്യംകാരത്തി എലീശായെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന മാത്രമാണ്, അല്ലെങ്കിൽ അവൾ പറയുന്ന ഒരു ചില്ലറ വാക്കുകൾ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് ശൂന്യംകാരത്തി പറയുകയാണ്. ആ വിശുദ്ധനായ ദൈവപുരുഷൻ എന്നുള്ള വിളി എലീശ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നിദാനമായ എലീശായുടെ ലൈഫിനെ കുറിച്ചാണ് നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അവൾ ഒറ്റയടിക്ക് ഈ പ്രസ്താവന നടത്തുകയല്ല, അവൾ എലീശായെക്കുറിച്ച് ഒരു ക്ലോസ് വാച്ച് നടത്തി ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ മനുഷ്യൻ മോഹങ്ങളുള്ള ഒരു മനുഷ്യനല്ല എന്നുള്ളതാണ് അവൾ ആദ്യം മനസ്സിലാക്കിയത്. കാര്യം വലിയ മോഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവൾ എലീശായ്ക്ക് ഒരു വീട് പണിയണമെന്ന് പറയുമ്പോൾ പറയുന്ന ചില്ലറ കാര്യമാണ്, നമുക്കൊരു ചെറിയ ചുവരുകളോടുകൂടിയ ഒരു ചെറിയ മുറി പണിത് കൊടുക്കാം, എ സ്മോൾ ഹൗസ്, കൂടുതലൊന്നും വേണ്ട. ആ മുറിയിൽ എന്തൊക്കെ വേണമെന്നുള്ളതിനെക്കുറിച്ചും അവൾ പറയുന്നുണ്ട്. അവിടെ അയാൾക്ക് ഒത്തിരി കോട്ടും സൂട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു വാർഡ്രോബ് വേണമെന്നൊന്നും പറയുന്നില്ല. അതുതന്നെയല്ല, അയാൾ ഓരോ പ്രസംഗത്തിനും ഓരോ ഷൂസാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വലിയൊരു ഷൂ റാക്ക് വേണമെന്നൊന്നും പറയുന്നില്ല. അവിടെ പറയുന്നത് ആകെപ്പാടെ ചില്ലറ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും. ദാറ്റ്സ് എനഫ്. കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുള്ളൊരു വ്യക്തിയല്ല. വിശുദ്ധനായ ഒരു മനുഷ്യൻ എപ്പോഴും സിമ്പിളായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനായിരിക്കും. വിശുദ്ധനായ ഒരു മനുഷ്യൻ ജാട കാണിക്കത്തില്ല. നമുക്ക് മലയാളത്തിൽ നല്ലൊരു വാക്കിട്ടുണ്ട്, വിശുദ്ധനായ ഒരു മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ജാട കാണിക്കാൻ പോകത്തില്ല. വലിയ കാര്യങ്ങൾ ഞാൻ വലിയൊരാളാണെന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എഫ്ലുവൻസ് കാണിക്കാനായിട്ട് പോകത്തില്ല. ചിലരുടെയൊക്കെ ചിന്ത അങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിൽ ഞാനൊരു ചെറിയ ആളാണെന്ന് ചിന്തിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഈ മനുഷ്യന്റെ വിശുദ്ധിയുടെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അയാളൊരു സിമ്പിൾ മാനാണ്. രണ്ടാമത് അയാളൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ചുവരുകളോട് കൂടിയ മുറി വേണ്ടത്. കാര്യം പ്രൈവറ്റ് ടൈം അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവവും അയാൾ മാത്രമുള്ളത്. പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് പറയുമ്പോഴും എല്ലാവരും കാണുക പുറമേ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ചുവരുകളുള്ള മുറിയൊന്നും വേണ്ടായിരുന്നു. പലപ്പോഴും ആളുകൾക്ക് ചുവരുകളുള്ള മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാനല്ല ഇഷ്ടം, ചുവരുകൾ പൊളിച്ച് കാണിക്കാനല്ല എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ കടന്ന് അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗത്തിലെ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിനോട്, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹം റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് മാൻ. അതുകൊണ്ട് അവൾ പറയാണ് അദ്ദേഹത്തിന് റെസ്റ്റ് ആവശ്യമുണ്ട്. പക്ഷെ റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അലസതയല്ല അത് കാണിക്കുന്നത്. റെസ്റ്റും അലസതയും, അല്ലെങ്കിൽ വിശ്രമവും അലസതയും രണ്ട് കാര്യങ്ങളാണ്. ലേസിനെസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. വിശ്രമം എന്ന് പറയുമ്പോൾ അടുത്ത പണിക്ക് വേണ്ടി തന്നെ ഒരുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് വാസ്തവത്തിൽ റെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അലസതയല്ല. അലസത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വിശ്രമം കഴിഞ്ഞിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഉറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ പിന്നെ ഉറങ്ങുന്ന നിലയിലുള്ള ഒരു സ്റ്റേജ്. പക്ഷേ എലീശ അങ്ങനെയുള്ള വ്യക്തിയല്ല. ഹീസ് എ ഹാർഡ് വർക്കിംഗ് മാൻ. അപ്പോൾ അദ്ദേഹം മോഹങ്ങളില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹം ദൈവമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അത് തന്നെയല്ല, അദ്ദേഹം ഹാർഡ് വർക്കിംഗ് മാനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മേശയാണ്. ഒരു തീൻമേശയല്ല, പ്രത്യുത പഠനത്തിൻ്റെ ഒരു മേശയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് അദ്ദേഹം സമയമെടുക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിനൊരു നാൽക്കാലി ആവശ്യമുണ്ട്. കട്ടിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കട്ടിലല്ല എപ്പോഴും കിടക്കുന്നത്, എപ്പോഴും ഇരിക്കുന്നത് സ്വാഭാവികമായി എവിടെയാണ്? He is a man who is working hard. Maybe he is writing letters. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും കത്തുകൾ എഴുതുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജനങ്ങളുമായിട്ട് നല്ല അടുത്ത ഇടപഴകുന്നതായ വ്യക്തിയാണ്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ മുറിയിൽ എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു നിലവിളക്കുണ്ട്. ഇരുട്ടിൻ്റെ ഒരു ലോകമല്ല അദ്ദേഹത്തിൻ്റെത്, വെളിച്ചത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറച്ചു വെക്കാനൊന്നുമില്ല. എല്ലാവരുടെയും മുമ്പിൽ ഒരുപോലെ തന്നെ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ട്രാൻസ്പെറന്റ് ലിവിങ് ആയിരുന്നു എലീശായുടേത്. അങ്ങനെ ഈ ശൂന്യംകാരത്തി പറയുന്ന ഒരൊറ്റ വാക്കിൽ തന്നെ, ഒരൊറ്റ സെന്റൻസിൽ തന്നെ ഈ മനുഷ്യന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാൽ അതേസമയം ഈ വ്യക്തി ദൈവം അവനെ വിളിക്കുന്നതിന്, അല്ലെങ്കിൽ ഏലിയാവ് അവനെ വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ദൈവഭക്തനായ വ്യക്തിയായിരുന്നു. ആസ് എ യങ് മാൻ ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അവന്റെ പിതാവിന്റെ വസ്തുക്കളെ നോക്കിക്കൊണ്ടിരുന്നു. ഹി വാസ് എ വെരി റിച്ച് പേഴ്സൺ. വളരെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു. 12 കാളയെ പൂട്ടേണ്ടത്രയും കണ്ടമുണ്ടെങ്കിൽ 12 കാളയെ ഒരു ദിവസത്തേക്ക് പൂട്ടുകയല്ല, ഒരു സീസണിൽ 12 കാള വേണമെങ്കിൽ 8 acres ഓഫ് ലാൻഡ് അയാളുടെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം
പക്ഷെ എന്നിട്ടും അയാൾ എളിമയുള്ള വ്യക്തിയായിരുന്നു, അനുസരണമുള്ള വ്യക്തിയായിരുന്നു. ഏലിയാവിൻ്റെ പുതപ്പ് വീണപ്പോൾ അവൻ്റെ പിന്നാലെ പുറപ്പെടുകയാണ്. പിന്നീടുള്ള ഏറ്റവും കുറഞ്ഞത് 7 വർഷമെങ്കിലും ഈ മനുഷ്യൻ ഏലിയാവിൻ്റെ ട്രെയിനിങ്ങിന് കീഴിലാണ്. പക്ഷേ ഏലിയാവ് എന്ന് പറയുന്നത് വളരെ ഹാർഡ് ആൻഡ് ടഫ് മാനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ എലീശായ്ക്ക് ഇത്ര വ്യത്യസ്തനായ വിശുദ്ധനായ ഒരു മനുഷ്യനാകാനായിട്ട് കഴിഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ എലീശയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ മാൻ, ഹി വാസ് ഹാർഡ് വർക്കിംഗ്, ഹംബിൾ, ഒബീഡിയൻറ്റ്, സാക്രിഫൈസിങ്. അവൻ വസ്തുക്കളും എല്ലാം ഇട്ടേച്ചാ പോകുന്നത്. പണം അവനെ ബാധിച്ചിട്ടില്ല. അവന് സിംഗിൾ മൈൻഡഡ് ആണ്. അവൻ തിരിച്ചു പോകാൻ ആഗ്രഹമില്ല. തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് അവൻ പൂട്ടിക്കൊണ്ടിരുന്ന കാളയെ അറുത്തിട്ട് അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലപ്പ കൊണ്ട് തന്നെ അതിന് തീ കൊടുത്തിട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്ക് ഇനി ഞാൻ തിരിച്ചു വരത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ എലീശ ഏലിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എലൈജ വാസ് എ ഡിഫറെന്റ് മാൻ. ഹി വാസ് എ തണ്ടർ, ഹി വാസ് എ ലൈറ്റ്നിങ് ആൻഡ് ഹി വാസ് എ ഫയർ. ഭയങ്കര ശക്തനായ ഒരു മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് ആളുകൾക്ക് പേടിയാണ്. ശിഷ്യന്മാർ പോലും ആണെങ്കിലും അടുത്തു പോകാനായിട്ട് പേടിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഏലിയാവിനോട് കൂടെ ജീവിക്കാനായിട്ട് എലീശ തയ്യാറെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ആ സെക്കൻഡ് ഫേസ് ട്രെയിനിങ്ങിന്റെ ഫേസാണ്. നമ്മൾ അടുത്ത ഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമ്മൾ പറയുമല്ലോ, ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. മൂന്നാമത്തെ ഫേസിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ രണ്ടാമത്തെ ഫേസ് ശിഷ്യത്വത്തിന്റെ ആദ്യത്തെ ആ ഘട്ടം എന്ന് പറയുന്നത് ഹി വാസ് എ വില്ലേജ് ലാഡ്. അവൻ അപ്പന്റെ കൂടെ താമസിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു. സാധാരണ മനുഷ്യനായിരുന്നപ്പോഴും അവൻ ഭക്തനായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരാൾ വിശ്വാസിയാകുമ്പോൾ അവൻ എങ്ങനെയും ജീവിച്ചിട്ട് സുവിശേഷ വേല ചെയ്യുമ്പോൾ മാത്രം പെട്ടെന്ന് ഭക്തനാവുകയൊന്നുമല്ല. ഭക്തനായ ഒരു മനുഷ്യനെയാണ് ദൈവം അങ്ങനെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് മിഷണറി പ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ഒന്നുപോലെ ആവശ്യമുള്ളതാണ്. ഒരു സാധാരണ വിശ്വാസി ആയിരുന്നപ്പോൾ തന്നെ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു എലീശ എന്നാണ് നമ്മൾ കണ്ടത്. ഇനി എലീശയുടെ പിന്നാലെ പോകുന്ന ഈ വ്യക്തിക്ക് എലീശായുടെ പിൻഗാമിയാകുവാൻ ലഭിച്ച അവസരത്തെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ട്രാൻസിഷന്റെ സമയം ഞാൻ പറയാണ്. അതായത് ട്രെയിനിങ്ങിന്റെ പീരിയഡിൽ നിന്ന് ശുശ്രൂഷയുടെ ലോകത്തിലേക്ക് കയറുകയാണ്. ഇത് ഞാൻ പറയാൻ കാര്യമുണ്ട്. ഏലിയാവിൻ്റെ കൂടെ 7 വർഷം ശുശ്രൂഷിച്ചിട്ടും ഒരു ക്രൂസൈഡിനും എലീശായെ കൊണ്ട് ഏലിയാവ് പ്രസംഗിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ കാണുന്നില്ല. അത് ചെയ്തുകൊണ്ടിരുന്നത് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഹി വാസ് സെർവിങ് എലീശ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ 7 years ആ ശുശ്രൂഷ ചെയ്യാൻ ഇവൻ തയ്യാറായിരുന്നു. നമ്മുടെ ആളുകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ ക്രൂസൈഡിന് പ്രസംഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ പിന്നാലെ പോകാനായിട്ട് പലപ്പോഴും നമ്മൾ തയ്യാറല്ല. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ആരും ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടനെ ഒരു സഭയിലോട്ടൊന്നുമല്ല പോയിക്കൊണ്ടിരുന്നത്. ബൈബിൾ സ്കൂളിൽ തന്നെ പോകുന്നത് സഭ ശുശ്രൂഷകളും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കുറിയന്നൂരൊക്കെ ചർച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ചർച്ചിൽ പഠിച്ചിരുന്ന കുട്ടികളെയും കൊണ്ട് പാസ്റ്റർ TC ഈശോ വരും. ശനിയാഴ്ചയ്ക്ക് വരും. ശനിയാഴ്ച പരസ്യയോഗം, ശനിയാഴ്ച വൈകിട്ട് മീറ്റിംഗ്, ഞായറാഴ്ച സഭായോഗം, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഒരു പരസ്യയോഗം, അതിനിടയ്ക്ക് വീടുകൾ കയറി ട്രാക്റ്റുകളും മറ്റും കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തിങ്കളാഴ്ച പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബൈബിൾ സ്കൂളിൽ ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ബൈബിൾ സ്കൂളിൽ ആകെപ്പാടെ പഠിപ്പിക്കുന്നവരും ടീച്ചേഴ്സ്, അല്ലാതെ അവർക്ക് ഈ മിനിസ്ട്രി മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊന്നും, അവർ ഫുൾ ടൈം ടീച്ചേഴ്സാണ്. ഇനി ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ടീച്ചർ മാത്രമായിട്ടിരിക്കുന്ന ആൾ പഠിപ്പിച്ചാൽ അതിൻ്റെ പിന്നാലെ വരുന്ന ആളുകൾക്കും ടീച്ചർ ആകണമെന്നുള്ള മോഹമേ മിക്കവാറും ഉണ്ടാകത്തുള്ളൂ. നേരത്തെ അങ്ങനെയൊന്നുമില്ല, പാസ്റ്റർമാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ശുശ്രൂഷകളിൽ വ്യാപൃതരായിരുന്ന ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ എം എ ബൈബിൾ ടീച്ചർ, അതിനകത്ത് യാതൊരു സംശയമില്ല. എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ പ്രായോഗികമായി മറ്റുള്ള കാര്യങ്ങളെ പഠിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. പഴയ കാലത്ത് ശിഷ്യത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനമുണ്ട്, പക്ഷേ ശിഷ്യത്വമില്ല. അതൊരു വലിയ ഒരു അപകടമായിട്ട് വന്നിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇവിടെ എലീശായുടെ ജീവിതത്തിന്റെ പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ 2-ാം അധ്യായം വായിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുകയാണ്. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി.
അവിടെയും ഇതുപോലെ തന്നെ നടക്കുകയാണ്. അതിനുശേഷം അവർ ഏലിയാവ് പിന്നെയും പറയുന്നത്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു. പക്ഷെ ഇവൻ പറയാണ്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ. അപ്പൊ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആദ്യത്തെ ഒരു കാര്യം തന്നെ ഏലിയാവിന് മനസ്സിലായി അവൻ എടുക്കപ്പെടാനുള്ള സമയം ആയെന്നുള്ളത്. പക്ഷെ ഏലിയാവിനോട് കർത്താവ് സംസാരിച്ചു, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാം. അവിടെ എഴുതിയിരിക്കുന്നു അങ്ങനെയാണ്, മരിക്കാനുള്ള സമയം നല്ല എഴുതിയിരിക്കുന്നത്. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് എന്താണ് ഇവന് സംഭവിക്കാൻ പോകുന്നത്? അന്ന് വരെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമല്ലെന്ന് ആലോചിക്കണം. ഇതൊരു അസാമാന്യമായ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. അത് യഹോവ ഏലിയാവിന് വെളിപ്പെടുത്തി. അവനുള്ള ആ സ്വർഗീയമായ എടുക്കപ്പെടുന്ന സ്റ്റേജിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഒരു ദർശനം ആർക്ക് ലഭിച്ചു? ഏലിയാവിന് ലഭിച്ചു. ഏലിയാവിന് ലഭിച്ചിട്ട് ഈ ഏലിയാവ് ഒരു അക്ഷരം പോലും എലീശായോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. നമുക്കെങ്ങാണോ ഇങ്ങനെങ്ങാണോ ഒരു ദർശനമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനൊരു കാര്യം പറയാം. നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും അല്ലെങ്കിൽ ആ സ്വർഗീയമായ അനുഭവങ്ങളും ദർശനങ്ങളും ഉണ്ടല്ലോ, സ്വർഗീയമായ അനുഭവങ്ങളും ദർശനങ്ങളും മറ്റുള്ളവരോട് പറയാൻ വേണ്ടി അല്ല ദൈവം തരുന്നത്. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഇപ്പൊ എത്ര പുസ്തകം, ഞാൻ സ്വർഗം കണ്ടു, നരകത്തിന്റെ അറയിലോട്ട് ഇറങ്ങിപ്പോയി, അവിടെ അങ്ങനെയാണ്, സ്വർഗത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലോട്ട് കയറിപ്പോയി, സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ എന്നെ കാണിച്ചു, എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു പോയി ഇതെല്ലാം പറയാൻ. അങ്ങനൊന്നും ദൈവം പറയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗം കാണിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പൗലോസ് നമ്മളോട് പറയുന്ന കാര്യമുണ്ട്. 14 വർഷം മുമ്പ് ഒരു മനുഷ്യൻ സ്വർഗത്തോളം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അവിടെ ഞാൻ ഉച്ചരിച്ചു കൂടാത്ത കാര്യങ്ങളെ കണ്ടു. ഉച്ചരിച്ചു കൂടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പറയാൻ പാടില്ലാത്ത എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് ഒരു ദർശനം ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിൽ കയറി പോയെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. അത് ആരോടും പറയാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. അത് പുസ്തകമാക്കാനും ദൈവം ഉദ്ദേശിക്കുന്നില്ല. അത് എല്ലായിടത്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന് നാട്ടുകാരെ കൂട്ടാനും ദൈവം ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തെല്ലാം പണി കാണിച്ചേനെ? ഒരാളെ വിശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഒരു ഗിമ്മിക്സും പ്രയോഗിക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ധനവാന്റെയും ലാസറിന്റെ കഥ കർത്താവ് പറയുന്നു. ധനവാന്റെയും ലാസറിന്റെ കഥ പറയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ധനവാനായ മനുഷ്യൻ നേരെ നരകത്തിലോട്ട് പോയി. ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുകയാണ്. എനിക്ക് വളരെ ദാഹിക്കുന്നു, അതുകൊണ്ട് എൻ്റെ നാവിനെ നനയ്ക്കേണ്ടതിന് നിന്റെ വിരൽത്തുമ്പിൽ അല്പം വെള്ളവും കൊണ്ട് ലാസറിനെ ഇങ്ങോട്ട് അയക്കണമെന്ന് ഈ ധനവാൻ പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, നരകത്തിൽ പോയാൽ ഈ മനുഷ്യന്റെ അസൂയം മറ്റും മാറത്തില്ലെന്ന്. ഇവന് ദാഹിച്ചിട്ടൊന്നുമല്ല, അവന് ദാഹിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്താണെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊണ്ടൊന്നും ഇവന്റെ ദാഹം ഒന്നും തീരത്തില്ല. പിന്നെ ഇവൻ പറയുന്നത്, കർത്താവെ അല്ലെങ്കിൽ അബ്രഹാം പിതാവെ എനിക്ക് ഇച്ചിരി വെള്ളം തരണമെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? അതുകൊണ്ട് ലാസറിനെ ഇങ്ങോട്ട് അയക്കണമെന്ന്. ഇതാ ഞാൻ പറഞ്ഞ, നരകത്തിൽ പോയാൽ അസൂയ മാറത്തില്ല. അവന്റെ പ്രശ്നം ഇവൻ അനുഭവിക്കുന്ന നരകത്തിലെ ദുരിതത്തെക്കാളും ഇവന്റെ പ്രശ്നം ഈ സ്വർഗത്തിൽ ലാസർ ഇരിക്കുന്നത് കാണുമ്പോഴുള്ള പ്രയാസമാണ്. അതുകൊണ്ട് അവനെ അങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെ എങ്ങനെങ്കിലും നരകത്തിൽ വലിച്ചിടണമെന്നുള്ളതാണ് ഇവന്റെ മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ട് അവൻ പറയുന്നത് ലാസറിനെ തന്നെ പറഞ്ഞുകൂടെ. അബ്രഹാം പിതാവ് പറഞ്ഞു, അതൊന്നും നടക്കത്തില്ല, നമുക്ക് തമ്മിൽ വലിയൊരു വിടവുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവന് ലാസറിനെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ ഇവനെ ഭൂമിയിലെങ്കിലും പറഞ്ഞു വിട്ടിട്ടേ ഉള്ളെന്ന്. അതുകൊണ്ട് അവൻ പറയാ, എനിക്ക് കുറച്ച് സഹോദരന്മാരുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഇവനെ ഒന്ന് പറഞ്ഞു വിട്ട് പോയി അവരോടൊന്ന് സുവിശേഷം പറയട്ടെ. സ്വർഗത്തിൽ എന്തൊക്കെയാണ്, നരകത്തിൽ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ അവരോട് ചെന്നൊന്ന് പറയട്ടെ. അബ്രഹാം പിതാവ് എന്നാ പറയുന്നത്? ദേ ഹാവ് മോസസ് ആൻഡ് പ്രോഫറ്റ്സ്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന്. മോശയും പ്രവാചകന്മാരും എന്നുള്ളത് ഒരു അരാമിക് ഫ്രേസ് ആണ്. മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്നത് ബൈബിൾ എന്നുള്ള അർത്ഥത്തിലാണ്. മോശയും പ്രവാചകന്മാർ, അവർക്ക് വേദപുസ്തകമുണ്ടെന്ന്. അത് വേദപുസ്തകം വായിച്ചാലൊന്നും അവർ വിശ്വസിക്കത്തില്ല. മരിച്ചവരിൽ നിന്ന് ഒരുത്തിന് അങ്ങോട്ട് ചെന്ന് പറയുകയാണെങ്കിൽ അവർ വിശ്വസിക്കും. അബ്രഹാം പിതാവ് എന്താ പറഞ്ഞേ? അതൊരു നല്ല ഐഡിയ കേട്ടോ, ഇതുവരെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചില്ല. എന്നാൽ പിന്നെ മരിച്ചവരിൽ ഒരാളെ ഈ സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ടുള്ള ഒരുത്തനെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്നാണോ അബ്രഹാം പറയുന്നത്? അല്ല. അബ്രഹാം പറഞ്ഞു, മോസസിനെയും പ്രോഫറ്റ്സിനെയും വിശ്വസിക്കാത്തവൻ, വേദപുസ്തകം വായിച്ച് ഈ കാര്യം മനസ്സിലാക്കാത്തവൻ സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അത് വേണ്ട. പ്രിയമുള്ളവരെ, ഈ അടിസ്ഥാനപരമായ സത്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചുള്ള പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു.
നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സാധനമേ ഉള്ളൂ, അത് ഈ വേദപുസ്തകമാണ്. അല്ലാതെ നമ്മുടെ ദർശനങ്ങളും വെളിപ്പാടുകളും ഒന്നും അല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗം നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വർഗം കാണിച്ചു തരുന്നെങ്കിൽ നിങ്ങൾ കണ്ടു. പക്ഷേ അതിനൊക്കെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞാൻ 2.5 മണിക്കൂർ ഞാൻ സ്വർഗത്തിലായിരുന്നു, അന്നേരം ഞാൻ അത് കണ്ടു ഇത് കണ്ടു. നിങ്ങൾ കണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ പൗലോസ് പറയുന്നത് 14 വർഷം മുമ്പ് ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 14 വർഷം മുമ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയരുത്, ഉച്ചരിച്ചു പോകരുതെന്ന് എനിക്ക് കൽപ്പനയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ ഏലിയാവിന്റെ ജീവിതത്തിൽ ഏലിയാവിന് ദൈവം ഒരു ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ പറഞ്ഞ് പ്രകടിപ്പിക്കുവാനൊന്നും വാസ്തവത്തിൽ ഏലിയാവ് പരിശ്രമിക്കുന്നില്ല. ആരോടും അവൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ലെന്ന് മനസ്സിലാക്കണം. അവര് അവിടെ നിന്ന് ഗിൽഗാലിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് പോയാണ്. ഗിൽഗാലിലേക്ക് പോയി ഏലിയാവ് ഏലീശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ, എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ബഥേലിലേക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എലീശ പറഞ്ഞു, നോ വേ, ഞാൻ നിന്നെ വിടത്തില്ല. അതിന് ശേഷം എല്ലാം പറയുന്നത് ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്നെ വിട്ടിട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, എലീശയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഏലിയാവ് പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കുന്നത്. ഈ 7 വർഷം എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഏറ്റവും കുറഞ്ഞത് 7 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ ഒരിക്കൽ പോലും ഏലിയാവ് പറഞ്ഞത് അവൻ അനുസരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൻ ആദ്യമായിട്ട് അനുസരണക്കേട് കാണിക്കുകയാണ്. നമ്മുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുകയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഏലീശ ഇവിടെ അവനോട് പറയുന്നത്, നീ ഇവിടെ താമസിച്ചോ, ഞാൻ ഗിൽഗാലിലേക്ക് പോകുകയാണ്, ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്ക് പോകുകയാണ്, ബഥേലിൽ നിന്ന് എരിഹോവിലേക്ക് പോകുകയാണ്, എരിഹോവിൽ നിന്ന് ഞാൻ ജോർദാനിലേക്ക് പോകുകയാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഏലിയാവ് ഏലീശയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഈ ഡിപ്പാർട്ടിങ് അവനിൽ ഉണ്ടാക്കുന്ന ഒരു വേദന അതാണ്. അതായത് ആ വേർപിരിവിന്റെ വേദന ഇവന് കൊടുക്കാതിരിക്കാനാണ് വാസ്തവത്തിൽ അത് ചെയ്യുന്നത്. എത്ര റഫ് ആൻഡ് ടഫ് മാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏലിയാവ് ഏലീശയെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. ഏലിയാവിന്റെ പുറകെ പോകുകയാണ്. അത് അനുസരണക്കേടായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രായമായ ഒരു പിതാവ് അസുഖമായിട്ട് മരിക്കാറായി കിടക്കുകയാണെന്ന് വെക്കുക. ഉടനെ അപ്പന് അസുഖം കൂടുതലാണെന്ന് ജർമ്മനിയിലുള്ള മകന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, പപ്പ ഞാൻ ഉടനെ തന്നെ വരുന്നു, അടുത്ത ഫ്ലൈറ്റിന് വരുന്നു. ഇല്ലടാ മോനെ, നിന്റെ ലീവ് ഇല്ലെങ്കിൽ നീ ഇപ്പം വരേണ്ട കാര്യമൊന്നുമില്ല, നീ അവിടെ നിൽക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ വരണ്ട എന്ന് പറഞ്ഞാൽ അവൻ അത് കേൾക്കാതെ, മകനോട് അപ്പൻ എന്താ പറഞ്ഞു, നീ ഇപ്പം വരണ്ടെന്ന് പറഞ്ഞു. അവൻ അത് കേൾക്കാതെ അടുത്ത ഫ്ലൈറ്റ് കയറി വന്നു കഴിഞ്ഞാൽ അനുസരണം കേട്ടവൻ എന്നാരെങ്കിലും പറയുമോ? ഇല്ല. അനുസരണക്കേടല്ല അത്. എന്ത്? അത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്, പ്രതിഫലനമാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നീ ഇപ്പൊ വരണ്ട എന്ന് ഈ അപ്പൻ പറഞ്ഞതും വരണ്ട എന്ന് പൂർണ്ണമായ ബോധ്യത്തിലൊന്നുമല്ല, അവൻ അതൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പറഞ്ഞാ പറയുന്നത്, ഇല്ലേ? ഇതുപോലെ തന്നെ ഉള്ളൂ. ഏലിയാവ് പറയാണ്, എന്ത്, നീ എൻ്റെ കൂടെ വരണ്ട, നീ ഇവിടെ നിൽക്ക് എന്ന് പറയുന്നു. എന്നാൽ എലീശ പറയാണ് നോ. അവൻ പെർസിസ്റ്റ് ചെയ്യുകയാണ്, പുറകെ പോകുകയാണ്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, സ്ഥിരമാനസനാണ് എലീശ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി അവൻ ഏലിയാവിന്റെ പുറകെ പോയിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അവൻ പുറകെ നടക്കുകയാണ്. ഭൗതികമായ കാര്യങ്ങൾ ഇവന്റെ മനസ്സ്, ഭൗതികമായ കാര്യങ്ങളല്ല ഇവന്റെ മനസ്സിൽ. ഇവന്റെ മനസ്സിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? ഈ ഏലിയാവിനെ റെപ്രസെന്റ് ചെയ്യത്തക്ക രീതിയിൽ അവന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് അവന് ലഭിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അവന് തീർച്ചയായും, ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യാം. എന്നാലും ഞാൻ പറയട്ടെ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പെർസിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഭൗതികമായ ഒരു കാര്യത്തിനും, രോഗസൗഖ്യത്തിന് ഉൾപ്പെടെ ഒരു കാര്യത്തിനു വേണ്ടിയും പുറകെ നടന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. ശൂലം മാറിപ്പോകണമെന്ന് പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. 1, 2, 3 വട്ടം പ്രാർത്ഥിക്കുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നും ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചു. പക്ഷേ ഭൗതികമായ കാര്യങ്ങൾ പെർസിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, നിർത്തറ, നിനക്ക് എന്താ നല്ലതെന്ന് എനിക്കറിയാം. കാര്യം നമ്മൾ ഈ പലപ്പോഴും പുറകെ നടന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് അറിയുന്നുവല്ലോ. അപ്പം ചില ആളുകൾ ചോദിക്കും, അങ്ങനെ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ, കാര്യം സ്വർഗ്ഗസ്ഥ പിതാവിന് അറിയാമല്ലോ, പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ സ്വർഗ്ഗസ്ഥ പിതാവിന് അറിയാമെങ്കിലും നിങ്ങളുടെ ആവശ്യം എന്തെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. കാര്യം എനിക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്നത് എൻ്റെ അപ്പനാണ്.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ആവശ്യം എന്നുള്ളത് പിള്ളേർക്കാണോ അറിയാവുന്നത്, എനിക്കാണോ അറിയാവുന്നത്? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സുള്ള കൊച്ചിന് എന്തൊക്കെ വേണമെന്നുള്ളത് 3 വയസ്സുള്ള കൊച്ചിനാണോ അറിയാവുന്നത്, അതോ നിങ്ങൾക്കാണോ അറിയാവുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നത്. കൊച്ചി ചിലപ്പോൾ അതും ഇതും എല്ലാം ആവശ്യപ്പെടുന്നിരിക്കും. പക്ഷെ ആവശ്യപ്പെടുന്നതല്ല നിങ്ങൾ കൊടുക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, മോനെ അത് നിനക്ക് വേണ്ട, അത് നിനക്ക് ദോഷം ഉണ്ടാക്കും. ശരിയല്ലേ? പക്ഷെ അതെങ്ങനെ അറിയുന്നത്? നിരന്തരമായി കൊച്ചു നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ്. ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അന്നേരം ദൈവം ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ തന്നെ അറിയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യമാണ്. പക്ഷേ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തന്നേ മതിയാകൂ കർത്താവേ, തന്നേ മതിയാകൂ കർത്താവേ, നമുക്ക് ഈ തെറ്റായ ഒത്തിരി ധാരണകൾ കയറി കിടപ്പുണ്ട്. ഈയിടെ ഉപവാസത്തെക്കുറിച്ച് ഒരു പുസ്തകം ഞാനിങ്ങനെ വായിച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങ് സങ്കടം വന്നുപോയി. എഴുതിയിരിക്കുന്നത്, സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസം ഇരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ, കാര്യം സാധിക്കുവോളം അതുപോലെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഉപവാസം ഇരുന്ന് കാര്യം സാധിക്കുവോളം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കണം. ഇതിനെ ദൈവം എന്നാ സർക്കാർ ഓഫീസാണോ? എന്തോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഈ തെറ്റായ ചിന്തകളും ധാരണ, ദൈവത്തെ നിങ്ങളെപ്പോലെ നിങ്ങൾ കണക്കാക്കരുത്. ദൈവം ദൈവമാണ്, നിങ്ങളുടെ പിതാവാണ്. നിങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അവിടെ പോയി സമരം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ദൈവസന്നിധിയിൽ പെർസിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഹോളി സ്പിരിറ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയാണ് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഉപമ അറിയാമല്ലോ. 3 അപ്പം വായ്പയായി തണുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും കൂടി പറയാണ്, അങ്ങനെ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. അല്ലാതെ കാണുന്നതിനും തോന്നുന്നതിനും മോഹിക്കുന്നതിനും എല്ലാം കുത്തിപ്പിടിച്ചിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്നല്ല വേദോസം പഠിപ്പിക്കുന്നത്. ഇവിടെ എലീശ അവന്റെ മനസ്സിൽ അവന്റെ ആത്മീക വളർച്ചയെക്കുറിച്ച്, അവന്റെ ആത്മീക ശുശ്രൂഷകളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യത്തെയും അവൻ ഏറ്റെടുക്കുന്നില്ല. ഹി വാസ് ആഫ്റ്റർ ദിസ്. അവിടെ നിന്ന് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അതായത് ബഥേലിൽ ചെന്നപ്പോഴത്തേക്ക് ശിഷ്യന്മാർ ചോദിക്കുന്നു, നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കിൽ നിന്ന് ഇന്ന് ദൈവം എടുക്കുമെന്നുള്ളത് നീ അറിയുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഇവരിതെങ്ങനെ അറിഞ്ഞത്? ഏലിയാവ് പറഞ്ഞിട്ടല്ല, ഇവരിതറിഞ്ഞത് പ്രവചനാത്മാവിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, പ്രവചനാത്മാവിലാണ് ഇവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇവർ വാസ്തവത്തിൽ എലീശയെ കളിയാക്കിയാ ചോദിക്കുന്നത്, എടാ ഞങ്ങൾക്ക് നീ അങ്ങ് കൂടെ നടന്നിട്ട് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലയോ? ഞങ്ങൾക്ക് മനസ്സിലായല്ലോ, അപ്പൊ നിന്നേക്കാൾ ആത്മീയം ഞങ്ങൾക്കായല്ലേ? നീ ഇതുവരെയായിട്ടും അറിഞ്ഞില്ലേ? ഈ പുതിയ ശിഷ്യന്മാർക്കൊക്കെ വലിയൊരു പ്രശ്നമുണ്ട്. ഒരു വെളിപ്പാട് കിട്ടിയാൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. എന്നാൽ മിണ്ടാതിരിക്കുന്നവൻ ഇഗ്നറന്റ് ആണെന്ന് അർത്ഥമൊന്നുമില്ല, അറിവുള്ളവനാ മിണ്ടാതിരിക്കുന്നത്. പല സമയത്തും ഈ കൂടുതൽ എടുത്തു ചാടി നടക്കുന്ന, നമ്മൾ സാധാരണ പറയുമല്ലോ, ആഴം കൂടുമ്പോഴാണ് ഇളക്കം കുറയുന്നത്. അല്ലാതെ ഇളക്കം കണ്ടോണ്ട് ആഴമുണ്ടെന്ന് ചിന്തിക്കരുത്. പലപ്പോഴും കൃപാവരങ്ങളിലൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം ഇതാണ്. പുതിയ ഒരു നിലയിലേക്ക് വരുമ്പോഴത്തേക്ക് അവരത് ഒരു മോക്കിംഗ് സ്റ്റേജിലേക്കാണ്. മിണ്ടാതിരിക്കുന്നവരൊക്കെ ഏതാണ്ട് വിവരമില്ലാത്തവരെന്നുള്ള നിലയിൽ ഇവർ പലപ്പോഴും ഇടപെടുന്നത് തന്നെ. എലീശ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഐ നോ, എനിക്കറിയാം. അത് എലീശയ്ക്ക് വെളിപ്പാട് കുറവായിട്ടല്ല, അവനൊരു ദൈവികമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ വെളിപ്പാട് കിട്ടിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി അല്ല അവൻ നോക്കുന്നത്. അവന്റെ മനസ്സിൽ ദൈവം അവന് കൊടുത്തിരിക്കുന്ന വലിയ ഒരു ആഗ്രഹമുണ്ട്. അവർക്ക് ഈ ആഴമറിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അവനൊരു പ്ലാൻ ഉണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നവരുള്ള ചില്ലറ കാര്യങ്ങളുടെ പുറകെ പോകാനല്ല ഇവൻ എലീശ നോക്കിയിരിക്കുന്നത്. ശിഷ്യന്മാർ പറയുന്നതെന്ന് അറിയാമോ? ഇനി നീ വെറുതെ അവന്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. കാര്യം നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്ന് ദൈവം എടുക്കാൻ പോകുകയാണ്. നീ എന്നവന്റെ പുറകെ നടക്കില്ലയോ? ഇത്രയും നാൾ നടന്നിട്ട് എന്തോ ഗുണമുണ്ടായി? നീ നിന്റേതായിട്ടുള്ളൊരു മിനിസ്ട്രി തുടങ്ങണ മോനെ. അല്ലെങ്കിൽ അച്ചായൊരു മിനിസ്ട്രി തുടങ്ങിയാട്ടെ, ഞങ്ങളും പുറകെ വരാമെന്നൊക്കെ ഇവർ പറയുന്നത്. അതായത് എലീശയുടെ പുറകെ ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല, സ്റ്റാർട്ട് യുവർ ഓൺ മിനിസ്ട്രി, ഞങ്ങളും കൂടാം. ആത്മീക കണ്ണുകൾ കണ്ടിട്ടില്ലാത്തവന് ഭൗതികമായ ലക്ഷ്യങ്ങളേ ഉള്ളൂ. എന്നാൽ ആത്മാവിന്റെ ആഴത്തിൽ വെളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ളവൻ ഒരു സ്പിരിച്വാലിറ്റിയുടെ എക്സലൻസിന് വേണ്ടി ആയിരിക്കും നോക്കുന്നത്. അവൻ ചില്ലറ കാര്യങ്ങളുടെ പിന്നാലെ പോകത്തില്ല. ഇന്നും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്, ഒരു സ്പിരിച്വാലിറ്റിയുടെ എക്സലൻസ് ആണ് ആവശ്യമായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മളവിടെ കാണുന്നത്, ഏറ്റവും ഒടുവിൽ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവർ യോർദാൻ അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ എലീശ ചോദിക്കുകയാണ്, ഞാൻ എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു.
ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയുടെ കൂടെ കുറേ കാലങ്ങൾ ജീവിച്ചു കഴിഞ്ഞിട്ട് ഏലിയാവ് ഇപ്പം നമ്മൾ പറയുന്നത് പോലല്ല. ഏലിയാവിന് പല സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളുകളുണ്ട്, പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയുണ്ട്. രാജാക്കന്മാർ പോലും ഇപ്പം അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പോലെ കെരീത്ത് തോട്ടിലൊന്നും അല്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് അല്ല. ആ സ്റ്റേജ് മാറി. ആളുകളുടെ മുമ്പിലൊക്കെ അവനെക്കുറിച്ചുള്ള ബഹുമാനമുണ്ട്. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുശ്രൂഷയുണ്ട്. കാര്യം പല സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളുണ്ട്. ഒരിടത്തല്ല, ഈ ചെന്നപ്പത്തല്ല ശിഷ്യന്മാരുണ്ട്. അപ്പോൾ പല ബൈബിൾ സ്കൂളുകളും മറ്റും ഉള്ളതുകൊണ്ട് ഏലീശ ഈ ചോദ്യം കേട്ടപ്പോൾ, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താണ് നിനക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ, യജമാനെ പല സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൂടെ ഒരു കോർഡിനേറ്ററായിട്ട് എന്നെ ആക്കണമെന്നാണ് അവൻ പറഞ്ഞത്. അതൊന്നുമല്ല പറഞ്ഞത്. അവൻ അതൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. അവൻ പറയുന്നത് സംഘടനയുടെ പ്രസിഡന്റ് പദവിയൊന്നുമല്ല. എന്നെ നമ്മളുടെ മിനിസ്ട്രിയുടെ പ്രസിഡന്റായിട്ട് നീ ഒന്ന് അവരോധിച്ചേക്കണം, അങ്ങനെ ഒരു കത്ത് എനിക്ക് തരണമെന്നൊന്നുമല്ല പറയുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എന്താണ് ആത്മാവിന്റെ ഇരട്ടി പങ്ക്? ഞാൻ അത് ആദ്യം വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എന്നാലും ഈ കൂടെ നടന്നിട്ട് ചോദിക്കുന്നത് നിന്റെ ആത്മാവിനെ എനിക്ക് തരണമെന്നല്ലല്ലോ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് തരണമെന്നാണല്ലോ പറയുന്നത്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ചിലപ്പോൾ നമ്മൾ പറയും, ഈ നാടുകളിൽ ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തി പോരാ, അതിന്റെ ഇരട്ടി ആത്മാവിന്റെ ശക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. നമ്മൾ ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരട്ടി പങ്ക് എന്ന് പറയുന്നത് മൂത്ത പുത്രനുള്ള അവകാശമാണ്. ഫസ്റ്റ് ബോണിനുള്ള അവകാശമാണ് എന്ത്? ഇരട്ടി പങ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബോണിന്റെ പ്രത്യേകത, മൂത്ത പുത്രന്റെ പ്രത്യേകത എന്നറിയാമോ? ആദ്യജാതന്റെ പ്രത്യേകത, അവനാണ് പിതാവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിതാവിന്റെ പേരുപയോഗിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത് മൂത്ത പുത്രനാണ്. അതായത് പിതാവ് മരിച്ചാൽ പിന്നീട് ഏത് കാര്യത്തിനും പിതാവിന്റെ പേര്, അല്ലെങ്കിൽ പിതാവ് പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത് മൂത്തപുത്രനാണ്, ആദ്യജാതനാണ്. ജ്യേഷ്ഠാവകാശം നമ്മൾ പറയുമല്ലോ. അതാണ് ഇസ്ഹാക്കിന്റെ സ്റ്റോറിയിലും യാക്കോവും ഏശാവും തമ്മിലുള്ള പ്രശ്നം. അനുഗ്രഹം എന്ന് പറയുമ്പോൾ മൂത്തപുത്രന് കൊടുക്കുന്നതാണ്, അത് ഒരാൾക്കേ കൊടുക്കത്തുള്ളൂ. യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏശാവ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഏശാവ് ചോദിച്ചു, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പം, ഇല്ല, എന്റെ അനുഗ്രഹം ഞാൻ ആർക്ക് കൊടുത്തു കളഞ്ഞു? യാക്കോബിന് കൊടുത്തു. അല്ല, അപ്പൊ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. പുറകെ നടന്നു പറയും, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. നമ്മളാണ് പറയുന്നത്, അതിനെന്താ നിന്നെ കൂടെ അനുഗ്രഹിച്ചേക്കാവുന്നു. പക്ഷേ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് അങ്ങനെ പറ്റത്തില്ല. അനുഗ്രഹം ഒരു വ്യക്തിക്കുള്ളതാണ്. അവൻ ചോദിക്കുക, അവൻ പറഞ്ഞില്ല, ഞാൻ അനുഗ്രഹം നിന്റെ അനുജന് കൊടുത്തു കഴിഞ്ഞു, അപ്പൊ നിനക്ക് ഒരനുഗ്രഹമേ ഉള്ളൂ. ഇസ്ഹാക്ക് പറയുന്നത്, യെസ്, ഒരനുഗ്രഹമേ ഉള്ളൂ. എന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഏലിയാവിനോട് എലീശ പറയുന്നത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറയുമ്പോൾ, നിന്റെ സക്സസർ ആകാനായിട്ട്, നിന്റെ അനുയായി ആകുവാനായിട്ട് നീ എന്നെ അനുവദിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഏലീശായുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഏലീശ പറയുന്നത്, ഏലിയാവേ, എന്റെ പിതാവേ, നിന്റെ തലമുറയിൽ ദൈവത്തെ പ്രതിനിധീകരിച്ചത് നീയാണ്. ഏലിയാവിന്റെ തലമുറയിൽ ദൈവത്തിന് ലോകത്തോട് ഇടപെടുവാനുള്ള മുഴുവൻ കാര്യങ്ങളും ദൈവം ചെയ്തത് ആരിലൂടെയാണ്? ഏലിയാവിലൂടെയാണ്. കാര്യം ഏലിയാവിന്റെ തലമുറയിൽ ദൈവത്തിന്റെ തിയോക്രസിയില്, അല്ലെങ്കിൽ ദൈവ ഭരണത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി ലോകത്തിൽ നിന്നത് ആരാണ്? ഏലിയാവ്. എലീശ പറയാണ്, നീ എടുത്തുകൊള്ളപ്പെടുമ്പോൾ എന്റെ തലമുറയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എനിക്ക് വേണം. പ്രിയമുള്ളവരെ, അത്രയും വലിയ ഒരു ആത്മീകമായ ബ്ലെസ്സിങ് വേറെയില്ല. നമ്മുടെ തലമുറയിൽ നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് പണമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് സംഘടനയുടെ പ്രസിഡന്റ് ആകുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, എന്റെ തലമുറയിൽ, എന്റെ നാട്ടിൽ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയായിരിക്കണം. ദൈവത്തിന് എന്റെ തലമുറയിൽ എന്ത് ചെയ്യാനുണ്ടോ, ദൈവത്തിന് എന്റെ ഭവനത്തിൽ എന്ത് ചെയ്യാനുണ്ടോ, ദൈവത്തിൽ എന്റെ ആ ലൊക്കാലിറ്റിയിൽ എന്ത് ചെയ്യാനുണ്ടോ, അത് ചെയ്യേണ്ടി വരുമ്പോൾ ദൈവം എന്നോടായിരിക്കണം പറയുന്നത്. ഞാൻ ദൈവത്തിന്റെ, അതാണ് യഥാർത്ഥ അനുഗ്രഹം. ഇന്ന് നമ്മളോടുള്ള ചോദ്യം ഇതാണ്. നമ്മളോടുള്ള ചോദ്യം, നമുക്ക് എന്താ വേണ്ടത്? ഇന്നും കർത്താവ് ചോദിക്കുക നിങ്ങളോട്, എന്താ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം എന്താണ്? നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്താണ്? സംഘടനയുടെ പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ
ഏലിയാവിനോട് എലീശ പറയാണ്, എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല, എനിക്ക് ബൈബിൾ സ്കൂളൊന്നും ആഗ്രഹമില്ല, എനിക്ക് ഒരു പദവികളും ആവശ്യമില്ല, എനിക്ക് ഒരു പണവും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല, എനിക്ക് രാജാവിനോടുള്ള ബന്ധമൊന്നും ആവശ്യമില്ല, എനിക്ക് ഒറ്റ കാര്യം മതി. എന്താണ്? എന്റെ തലമുറ, നീ നിന്റെ തലമുറയിൽ എപ്രകാരം ദൈവത്തെ പ്രതിനിധീകരിച്ചുവോ, എപ്രകാരം നീ ദൈവത്തിന്റെ പ്രതിനിധി ആയിരുന്നോ, അംബാസഡർ ആയിരുന്നോ, അതുപോലെ എന്റെ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എനിക്ക് ആവശ്യമുണ്ട്. ഇത് മാത്രമാണ് എലീശ ആവശ്യപ്പെടുന്നത്. ഏലിയാവ് പറയുന്ന കാര്യം, പ്രയാസമുള്ള കാര്യമാകുന്നു നീ ആവശ്യപ്പെടുന്നത്. എന്താ പ്രയാസമുള്ള കാര്യമാകുന്നെന്ന് പറയാൻ കാര്യം? തീർച്ചയായും ഇത് പ്രയാസമുള്ള കാര്യമാണ്. എന്താണെന്നറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള ആവശ്യം എല്ലാവർക്കും ചുമ്മാതെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളും ആരുടെ പേരിലാണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പുറകിൽ ദൈവം വേണം. അതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് ഓർഡിനേഷൻ കൊടുക്കാനൊന്നും, തലയിലോട്ട് കൈവച്ച് ഇതാ നീ അതാണ് നീ എന്റെ പ്രതിനിധിയാണെന്നൊന്നും പറയാനൊന്നും ദൈവം തയ്യാറാകത്തില്ല. എല്ലാവരുടെയും മണ്ടയ്ക്ക് തൈലാഭിഷേകം നടത്താനൊന്നും ദൈവം തയ്യാറാകത്തില്ല. ദൈവത്തിന് നാളെ എന്നെ ദൈവം അഭിഷേകം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും വന്ന് പറയും, എനിക്ക് കർത്താവിൽ നിന്നുള്ള അഭിഷേകം വേണം ദൈവം എന്നൊക്കെ പറയും. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ഒരു കാര്യം നീ ഓർക്കണം, ഇത് ലഭിച്ച ആ നിമിഷം മുതൽ നീ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. നിനക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റത്തില്ല. തോന്നിവാസം ജീവിക്കുന്നവൻ അടുത്ത് ചെന്നിട്ട് കർത്താവേ അഭിഷേകം തരണേ, അഗ്നി അഭിഷേകം തരണേ, മറ്റേ ഓരോ ഇവിടെ എല്ലാ കാര്യങ്ങളിലുള്ള അഭിഷേകം തരണേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിപ്പോ ചുമ്മാ ഇപ്പൊ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണല്ലോ എല്ലാവർക്കും അഭിഷേകം, ഇല്ലേ? പകർന്നു കൊടുക്കുക, ഇമ്പാർട്ട് ചെയ്യുക, അങ്ങ് കൊടുത്തേക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല ഇത്. ഏലിയാവ് ഏലീശായെ പോലെയുള്ള ഒരാളോട് പറയുകയാണ്, എന്ത്? നീ ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണെന്ന്. ഇന്ന് ഒരു പ്രയാസവും ഇല്ല. ക്രൂസൈഡിന് മുന്നേ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് അഭിഷേകം അങ്ങ് ഒഴുകുക. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, വലിയ റിസ്ക് ദൈവം എടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ അംബാസഡർ സിംഗപ്പൂരിൽ പോയിട്ട് അവിടെ കള്ളും കുടിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അയാള് ഒരു വ്യക്തിയല്ലേ, അയാളുടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അയാൾ പറയുന്ന ഓരോ വാക്കും, അയാൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയി കള്ളം കുടിച്ച് വെച്ച് ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ, അയാൾ അത് ശരി, അത് ഞാൻ ശരിയാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ശരിയാക്കിക്കോളാം, 3 ദിവസം ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഒരാളെ റെപ്രസെന്റ് ചെയ്യാണെന്ന് മനസ്സിലാക്കണം. ദൈവം പറയാത്ത ഒരു വാക്ക് നിങ്ങളുടെ വായിൽ ഉണ്ടാകാൻ പറ്റത്തില്ല. ഇത് കൊച്ചു കാര്യമല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്ന നാവല്ല പിന്നീട് നമ്മുടെ നാവ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ്. ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് ഒരാൾ മൊസാംബിക്കിലോ വേറൊരു, ഞാനിപ്പോ മൊസാംബിക്കിലും അല്ലെങ്കിൽ ടാൻസാനിയയിലെ അംബാസഡർ എന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. കാര്യം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും അവർ നോക്കുന്നത് ഇന്ത്യ ചെയ്യുന്നതായിട്ടാണ്. അതുപോലെ സ്വർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ദൈവം നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യം ആലോചിക്കണം. അതുപോലെ ഓരോ കാര്യത്തിലും എന്റെ നിലപാട് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഐ റെപ്രസെന്റ് ഗാഡ്, പിന്നെ സമൂഹത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിലപാടെന്താണ്? മൊസാംബിക്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊസാംബിക്കിലെ അംബാസിഡർ അയാൾക്ക് തോന്നുന്ന കാര്യമല്ല വിളിച്ചു പറയുന്നത്. ഹോട്ട് ലൈനിൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കും, എന്താ ഞാൻ പറയേണ്ടതെന്ന്. പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യം അങ്ങോട്ട് പറയാനേ ഈ അംബാസിഡർക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ അയാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ നിലപാട് എന്താണെന്നാ പ്രശ്നം, അല്ലാതെ അയാളുടെ വ്യക്തിപരമായ കാര്യമല്ല. അതുകൊണ്ടാണ് ഏലീശയോട് പറയുന്നത്, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്. ഒരു പ്രവാചകൻ ഭാവി പറയുന്നവൻ മാത്രമല്ല, ഒരു പ്രവാചകൻ ദൈവത്തിന്റെ നിലപാട് എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് എത്ര ഉത്തരവാദിത്തമാണ് ഒരു പ്രവാചകനുള്ളത്. ഇക്കാര്യത്തിൽ ദൈവത്തിന്റെ നിലപാട് എന്താണ്? അല്ലാതെ നീ 2012 4 മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കി വെച്ചിരിക്കുന്നു പറഞ്ഞു പോകുന്നവനല്ല പ്രവാചകൻ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോട് അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളോടുള്ള ദൈവത്തിന്റെ നിലപാടെന്തെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ആലോചന പ്രാപിച്ചിട്ട് അത് പറയുന്നവനാണ്. ദൈവത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നവനാ പ്രവാചകൻ. അതുകൊണ്ട് എലിയാവ് പറയാണ്, ഇത് ചില്ലറ കാര്യമല്ല, നീ പ്രയാസമുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല മോനെ. ഇതാ പറയുന്നത്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്കത് സംഭവിക്കും. അല്ലാതെ എനിക്ക്
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എനിക്ക് അടുത്തയാളെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഒരു രാജാവിന് ഡൈനാസ്റ്റി ഉണ്ട്, രാജവംശം എന്ന് പറയുമല്ലോ. രാജാവിന്റെ മകനാണെങ്കിൽ അടുത്ത രാജാവ്, അല്ലെങ്കിൽ രാജാവ് ആക്കുന്നവൻ രാജാവ്. രാജാവിന് ഡൈനാസ്റ്റി ഉണ്ട്, വംശമുണ്ട്, അല്ലെങ്കിൽ വംശാധികാരമുണ്ട്. പക്ഷെ പ്രവാചകന് വംശാധികാരമില്ല. രാജാവിന്റെ മകന് രാജാവാകാം, പക്ഷെ പ്രവാചകന്റെ മകന് പ്രവാചകനാകണം നിർബന്ധമില്ല. ഓരോ പ്രവാചകനെയും ദൈവം നിയോഗിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതല്ല പ്രവാചകന്റെ ആത്മാവെന്ന് പറയുന്നത്. അത് ആര് തന്നെ ചെയ്യേണ്ട കാര്യമാണ്, ദൈവം തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഈച്ച് പ്രോഫറ്റ് ഷുഡ് ബി അപ്പോയിന്റഡ് ബൈ ഗാഡ്. പ്രയാസമുള്ള കാര്യം. എന്നിട്ട് അവിടെ പറയാണ് 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വേഴ്സ് 9, അവിടെ വായിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഏലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. വേഴ്സ് 10, അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു ട്രാൻസ്ലേഷന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ എടുക്കപ്പെടുന്ന സമയത്ത് നീ എന്നെ കാണുന്നെങ്കിൽ എന്നുള്ളതിനകത്ത് എന്നെ എന്നുള്ള വാക്ക് അതിനകത്തില്ല. അത് മലയാളത്തിൽ വന്നു കിടപ്പുണ്ട്. പക്ഷെ അവിടുത്തെ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ എന്നാണ്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഭവിക്കും, അല്ലാതെ എന്നെ കാണുന്നതല്ല. കാര്യം ഏലിയാവും ഒരു സിഗ്നിഫിക്കന്റ് പേഴ്സൺ ഒന്നുമല്ല. ഏലിയാവ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ളതേ ഉള്ളൂ. ഏലിയാവല്ല ഇത് കൊടുക്കുന്നത്. ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നെങ്കിൽ, എന്ത്? എടുക്കപ്പെടുന്നത് കാണുന്നെങ്കിൽ. എടുക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എടുക്കപ്പെടുമ്പോൾ അവൻ കാണുന്നത് ഒരു തുറന്ന സ്വർഗമാണ്, ആൻ ഓപ്പൺ ഹെവൻ. ഞാൻ കയറിപ്പോകുമ്പോൾ തുറക്കപ്പെടുന്ന സ്വർഗം നീ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഭവിക്കും. കാര്യം ഒരു പ്രവാചകൻ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴെ കഴിയുന്ന വ്യക്തിയാണ്. ഏലിയാ പറയുന്നത്, ഞാൻ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴെ കഴിഞ്ഞതിനാലാണ് ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് എനിക്ക് പറ്റിയത്. നിനക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീയും തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴെ കഴിഞ്ഞേ പറ്റൂ. A prophet is always living under an open heaven. He is in constant touch with heaven. സ്വർഗവുമായിട്ട് നിരന്തര സമ്പർക്കത്തിലുള്ള വ്യക്തിയാണ് ഒരു പ്രവാചകൻ. He is in a hotline with heaven. സ്വർഗവുമായിട്ടൊരു ഹോട്ട്ലൈൻ ഉള്ള വ്യക്തിയാണ് പ്രവാചകൻ. അല്ലാത്ത ഒരാൾക്ക് പ്രവാചകനാകാൻ പറ്റത്തില്ല. സ്വർഗവുമായിട്ടൊരു ഹോട്ട്ലൈൻ ഉള്ള വ്യക്തി ദൈവത്തിന്റെ പ്രതിനിധി ആകണമെങ്കിൽ സ്വർഗവുമായിട്ടൊരു ഹോട്ട്ലൈൻ വേണം. അതുകൊണ്ട് ഏലിയാ പറയാണ്, മോനെ, ഞാൻ എടുക്കപ്പെടുമ്പോൾ സ്വർഗം തുറക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ നല്ല ട്രാൻസ്ലേഷൻ വേണ്ടത്, അത് നീ കാണുന്നുവെങ്കിൽ, ഇഫ് യു സീ ഇറ്റ് ഹോൾഡ് ഇറ്റ്. നീ അത് കാണുന്നെങ്കിൽ, സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് യു സീ ദ ഹെവൻ ഹോൾഡ് ഇറ്റ്. നീ സ്വർഗം ദർശിക്കുന്നെങ്കിൽ പിടിച്ചോ, അതിനെ കയറി പിടിച്ചോളാൻ. കാര്യം ആ തുറന്ന സ്വർഗത്തെ കയറി അങ്ങ് പിടിച്ചോ, എന്നാലേ നിനക്ക് എന്താകാൻ പറ്റുകയുള്ളൂ? ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ സമയം മുതൽ അവന് കാര്യം മനസ്സിലായി. പക്ഷേ അവൻ എടുക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചോണ്ടാ. ഈ നിമിഷം മുതൽ ഏലീശായുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എത്ര സമയമെന്ന് അറിയത്തില്ല. അവൻ ഒരുമാതിരി മനസമാധാനത്തോടെ ചോറുണ്ണാൻ പോലും പറ്റത്തില്ല. കാര്യം ചോറുകൊണ്ടിരിക്കുന്ന സമയത്താണോ അവൻ എടുക്കപ്പെടുന്നതെന്ന് അറിയത്തില്ല. ഒന്ന് മയങ്ങാൻ പോലും പറ്റത്തില്ല, പേടിയാ. കാര്യം എപ്പോഴാണ് എടുക്കപ്പെടുന്നത്? വാച്ച്ഫുൾനെസ്, ജാഗ്രതയോടുകൂടെ. കണ്ണിൽ എണ്ണ ഒഴിച്ച് നമ്മൾ പറയുമല്ലോ, അതായത് കണ്ണ് അടഞ്ഞു പോകാതിരിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അത്ര ജാഗ്രതയോടുകൂടെയാണ് ആ നിമിഷം മുതൽ ഏലിയാവിന്റെ കൂടെ നടക്കുന്നത്. കാര്യം എനിക്കത് നഷ്ടപ്പെട്ടുകൂടാ. പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിൽ തുറന്ന സ്വർഗത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ ഒന്നും നമ്മുടെ കണ്ണിൽ പിടിക്കാൻ പാടില്ല. ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. നമുക്ക് ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളോടും പിന്നീടുള്ളത് ഒരു നീരസമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരേ ഒരു കാഴ്ചയാണ് തുറന്ന ഒരു സ്വർഗം. അപ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും കണ്ണും കരളും കാതും എല്ലാം ജാഗ്രതയോടുകൂടെ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഒരു തുറന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ച. ആലസ്യതയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് തുറന്ന സ്വർഗത്തിന്റെ കാഴ്ച ഉണ്ടാകത്തില്ല. ഇന്ന് എല്ലാവർക്കും തുറന്ന സ്വർഗമൊക്കെ വേണം, അല്ലെങ്കിൽ എല്ലാ ആത്മീക അനുഭവവും വേണം. പക്ഷേ അവർ ഉറക്കത്തിലാണ്, അതല്ലെങ്കിൽ വേറെ ബിസിനസ്സിലാണ്.
ലോകത്തിന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, ലോകത്തിന്റെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സം ഓഫ് ദ ബിസിനസ്സസ് ദാറ്റ് യു ആർ ഡൂയിങ്, ബട്ട് ദ വേൾഡ്സ് ബിസിനസ്. നിങ്ങൾക്ക് ദൈവം തന്ന ബിസിനസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോകമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, പണമുണ്ടാക്കാനാണ് നിങ്ങളുടെ മോഹമെങ്കിൽ, വഴക്കുണ്ടാക്കി നടക്കുകയാണെങ്കിൽ, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്വർഗം വരുന്നത്, സ്വർഗം തുറക്കുന്നത്. നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ പാസ്റ്ററുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ടെലിഫോണിൽ കൂടെ പാസ്റ്ററുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം തുറക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞത്, ശരിക്കും നിങ്ങൾ ദൈവത്തിന്റെ സ്പർശനമേൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. വേറെ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ പാടില്ല. ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും സ്വർഗവുമായിട്ട് ഹോട്ട് ലൈൻ ഉള്ള ആളായിരിക്കണം. സ്വർഗവുമായിട്ട് ഹോട്ട് ലൈൻ വേണമെങ്കിൽ ഇടയ്ക്ക് കട്ടായി പോകരുത്. ഇടയ്ക്ക് തുണിയും മണിയും ഒന്നും, പണവും പദവികളും കസേരയും സ്വർണവും വാച്ചും കിരീടവും ഒന്നും നിങ്ങളുടെ മനസ്സിൽ കയറാൻ പറ്റത്തില്ല. മനസ്സിൽ കയറിയാൽ അപ്പോഴായിരിക്കും ചിലപ്പം എന്ത് സംഭവിക്കുന്നത്? സ്വർഗത്തിന്റെ ഹോട്ട് ലൈൻ കോൾ വരുന്നത്. അപ്പം മിസ് കോൾ ആയി പോവും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ലോകം കണ്ണിൽപ്പെടാതെ എപ്പോഴും ഒരു തുറന്ന സ്വർഗത്തിന്റെ കീഴിലുള്ള ഒരു ഹോട്ട് ലൈൻ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിയശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി. എലീശ, അവിടെ കറക്റ്റാണ് എഴുതിയിരിക്കുന്നത്, എലീശ അത് കണ്ടു. എന്ത്? ഹി സോ ആൻ ഓപ്പൺ ഹെവൻ. അവനൊരു തുറന്ന സ്വർഗം കണ്ടു. ഹല്ലേലൂയ! അവനൊരു തുറന്ന സ്വർഗം കണ്ടു. അതാണ് ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഞാൻ സമയമില്ലെങ്കിലും പറയട്ടെ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 49 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നഥനയേലിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വായിക്കുന്നില്ല ആ വേദഭാഗം. അവിടെ നഥനയേലിനോട് ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന്. അവൻ പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുന്നത്, ഫിലിപ്പോസ് എന്നെ കാണുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുന്നത് ഞാൻ കണ്ടു. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു അർത്ഥമുണ്ട്, മറ്റൊന്നുമല്ല. ഇവൻ അവന്റെ യഹൂദന്മാരുടെ സ്വാഭാവികമായ ഒരു പതിവെന്ന് പറഞ്ഞു, പരീശന്മാർ പ്രത്യേകിച്ചും അവരുടെ പ്രാർത്ഥനകളൊക്കെ പബ്ലിക് പ്ലേസിലാക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവൻ പ്രാർത്ഥിക്കുന്നത് പബ്ലിക് പ്ലേസിൽ പോയല്ല, ആരും കാണാതെ അത്തിയുടെ കീഴിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കർത്താവ് പറയാണ്, നീ ആരും കാണരുതെന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ പോയിരുന്നപ്പോൾ അവിടെ എൻ്റെ കണ്ണുകൾ നിന്നെ തേടി വന്നെന്നാണ് പറയുന്നത്. അവന് ഭയങ്കര അത്ഭുതമായി പോയി. അവൻ എക്സ്ക്ലെയിം ചെയ്തപ്പോൾ കർത്താവ് പിന്നെ പറയാ, നീ അത്തിയുടെ കീഴിലിരിക്കുന്നത് കണ്ടതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ നീ എന്നിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നീ ഇതിലും വലിയ കാര്യങ്ങൾ കാണും. എന്താ കാണാൻ പോകുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. അതിലും വലിയ കാര്യം, എ ഗ്രേറ്റർ തിങ് എന്ന് പറഞ്ഞ് യേശു കർത്താവ് പരിചയപ്പെടുത്തി. എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് എൻ ഓപ്പൺ ഹെവൻ. പ്രിയമുള്ളവരെ, പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഓഫർ അതാണ്. എന്ത്? an open heaven. ഒരു തുറന്ന സ്വർഗത്തിന്റെ കീഴെ താമസിക്കാൻ, ജീവിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുക. അതുകൊണ്ട് when you see it, hold it. ഒരിക്കലും തുറക്കപ്പെട്ട സ്വർഗം, എലീശ തുറക്കപ്പെട്ട സ്വർഗം കണ്ടു. അവൻ അതിനെ he did hold it. അവൻ അത് കയറി പിടിച്ചു. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അവനെ കയറി പിടിച്ചു. രണ്ടുകൊണ്ട് അവൻ സ്വർഗത്തെ പിടിച്ചെന്ന് തന്നെയല്ല, സ്വർഗം അവനെ കയറി പിടിച്ചു. ആ നിമിഷം മുതൽ അവൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അടുത്തെന്താ കാണുന്നത്? അവൻ ആ കാഴ്ച കണ്ട്, എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. നോക്കുക, അവന്റെ മേൽവസ്ത്രം വലിച്ചു കീറിക്കളഞ്ഞു. മേൽവസ്ത്രം, അവന്റെ കോട്ട്. എന്നിട്ട് പറഞ്ഞു, ഐ ആം എ ന്യൂ പേഴ്സൺ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങി വന്നു. അവൻ പറയാണ്, ഐ ആം എ ന്യൂ പേഴ്സൺ, ഐ ഹാവ് എന്റർഡ് ഇൻടു എ ന്യൂ ഫേസ്. ഇപ്പൊ ഇവന്റെ കയ്യിലിരിക്കുന്നത് സ്വർഗത്തിന്റെ പുതപ്പാണ്. അവന്റെ പുതപ്പ് അവൻ നീക്കിക്കളഞ്ഞു. അല്ലെങ്കിൽ ഏലിയാവിന്റെ മേൽ അവന്റെ വസ്ത്രം, അവന്റെ മേൽവസ്ത്രം അവൻ കീറിക്കളഞ്ഞു. ഏലിയാവിൽ നിന്ന് വീണ സ്വർഗത്തിന്റെ പുതപ്പ് അവൻ ധരിച്ചു, അല്ലെങ്കിൽ അവൻ അതെടുത്തു. ഇനി എലീശ സ്വർഗത്തിന്റെ എലീശയാണ്. ഇനിയിപ്പോൾ അവൻ ഭൂമിയുടെ എലീശയല്ല,
സ്വർഗത്തിന്റെ എലീശയാണ്. അവൻ സ്വർഗത്തിന്റെ പ്രതിനിധിയാണ്. കാരണം തുറക്കപ്പെട്ട സ്വർഗത്തെ അവൻ കണ്ടു കഴിഞ്ഞു. ഇനി എലീശയുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം, അതിന്റെ 3-ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദ തേർഡ് ഫേസ് ഓഫ് എലീഷാസ് ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഫേസിൽ എന്തായിരുന്നു? ഹി വാസ് ജസ്റ്റ് എ വില്ലേജ് ലാഡ്. അവൻ ഒരു സാധാരണ ഗ്രാമീണനായ, ധനികനായ ഗ്രാമീണ യുവാവായിരുന്നു. പക്ഷെ അന്നും അവൻ ഭക്തനായിരുന്നു. രണ്ടാമത്തേത് ഹാർഡ് ട്രെയിനിങ് ആണ്. എന്നാൽ ഇപ്പോൾ അവൻ 3-ാമത്തെ ഫേസിലേക്ക് കയറിയിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? സ്വർഗത്തിന്റെ പ്രതിനിധിയായ എലീശ. സ്വർഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള, തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ കഴിയുന്ന എലീശ. ഞാൻ പറയട്ടെ, എലീശയെ കുറിച്ച് ശൂനേംകാരത്തി സ്ത്രീ ഇവൻ വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് പറയാൻ കാരണമുണ്ട്. ബിക്കോസ് ഹി വാസ് ലിവിംഗ് അണ്ടർ ആൻ ഓപ്പൺ ഹെവൻ. ഇഫ് യു വാണ്ട് ടു ബി കോൾഡ് ആസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വർഗത്തിന്റെ, തുറന്ന സ്വർഗത്തിന്റെ കീഴെ താമസിക്കുന്ന വ്യക്തിയായി സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. നിങ്ങളുടെ മേലുള്ള സ്വർഗത്തെ അടച്ചു കളഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ അശുദ്ധനായി തീരുകയാണ്. അതുകൊണ്ട് തുറന്ന സ്വർഗത്തിന്റെ കീഴിലുള്ള ഈ എലീശയുടെ പുതിയ ശുശ്രൂഷയുടെ മുഖം നമ്മളൊന്ന് പഠിക്കുകയാണ്. അവൻ എപ്രകാരം ദൈവത്തെ പ്രതിനിധീകരിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട്. അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത്, അവൻ മടങ്ങിച്ചെന്ന് യോർദാനിൽ നിന്നു ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് ചോദിച്ചു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരെ കടന്നു. നോക്ക്, ഏലിയാവ് ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതമാണ് എലീശ ആദ്യം ചെയ്യുന്ന അത്ഭുതം. എലീശ ഏറ്റവും ഒടുവിൽ ചെയ്തത് എന്താണ്? ഈ പുതപ്പ് അടിച്ച് എന്ത് ചെയ്യാണ്? നമുക്കത് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ അല്ല, 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഏലിയാവ് യോർദാന്റെ തീരത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലിയാവ് ഏറ്റവും ഒടുവിൽ ചെയ്ത കാര്യം എലീശ ആദ്യം തന്നെ ചെയ്യാണ്. നോക്ക്, ദാറ്റ് ഇസ് ദ പ്രൂഫ് ദാറ്റ് ഹി ഈസ് ലിവിംഗ് അണ്ടർ ആൻ ഓപ്പൺ ഹെവൻ. സ്വർഗത്തിന്റെ കീഴിൽ അവൻ താമസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് കൊണ്ട് അതിലും അധികം അവൻ ചെയ്യും. യേശുവിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ അവന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. വാട്ട് ഓൾ തിങ്സ് ജീസസ് ഡിഡ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്. അത്ഭുതം മാത്രമൊന്നുമല്ല, യേശു കണ്ടതുപോലെ ആളുകളെ കാണാനും, യേശുവിന്റെ കമ്പാഷൻ ആളുകൾക്ക് കൊടുക്കാനും, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കാനും, യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും നിങ്ങൾക്ക് കഴിയുമ്പോഴാണ്. അല്ലാതെ യേശു ചെയ്തതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, പിന്നെ നിങ്ങൾ ആരെയാണ് ഉയർപ്പിക്കാൻ പോകുന്നത്? അതിനപ്പുറത്ത് ആരാണ്ട് ഉയർപ്പിക്കാൻ പോകുന്നു? അതൊന്നുമല്ല, അത്ഭുതങ്ങളല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, ഒന്നുകിൽ എന്നിൽ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. അപ്പോൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. കർത്താവ് പറയുന്ന കാര്യം എന്താണ്? അതുപോലെ യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് യേശുവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. യേശു എന്നിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ യേശു ജീവിച്ചതുപോലെ തന്നെ ആയിരിക്കും ഞാനും ജീവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയാകുവാൻ ദൈവം തെരഞ്ഞെടുത്തത് എലീശയാണെന്നുള്ളത് അത് പ്രൂവ്ഡ് ആണ്. കാരണം അവന്റെ പ്രവൃത്തി അത് തെളിയിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇവൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏലിയാവിന്റെ ദൈവം എവിടെ? ഇന്നും ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും, ഏലിയാവിന്റെ ദൈവം എവിടെ? പക്ഷേ ഇവൻ ഇന്ന് വരെ തുറന്ന സ്വർഗം കണ്ടിട്ടില്ല. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തവനാ ചുമ്മാ പുതപ്പ് അടിച്ചു വെച്ച് ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നത്. അത് സ്കേവായുടെ പുത്രന്മാർ ചോദിച്ച പോലെ ഉള്ളൂ. സ്കേവായുടെ പുത്രന്മാർ ചോദിച്ചു, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പറയുന്നു. ഒരു ഗുണവും ഇല്ല. ആ ദൈവത്തിന്റെ പേരെടുത്തത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ കീഴിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ, സ്വർഗവുമായിട്ടുള്ള ഒരു ഹോട്ട് ലൈൻ നീ സൂക്ഷിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നിന്റെ വിളി കേൾക്കേണ്ട കാര്യമുള്ളൂ. ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദൈവം അവിടെ ഉണ്ട്. ഹീസ് ദേർ. യുനോ, ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയാണ്. അവന് മാറ്റമൊന്നുമില്ല. ഏലിയാവ് പോയാലും ദൈവത്തിന് മാറ്റമില്ല. ഞാൻ ഒരു കാര്യം പറയാം, എത്ര വലിയ ഏലിയാവാണെങ്കിലും ഇവിടുന്ന് പോകേണ്ട ആളാണ്. ഏലിയാവും ഏലീശായും ഒക്കെ പോകും, പക്ഷെ പോകാത്ത ആരേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ.
ഇന്ന് ആളുകൾ ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഞാൻ നോക്കുന്നത് എന്റെ ഏലീശ എന്ത് ചെയ്യുന്ന. പ്രിയമുള്ളവരെ, ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ ഏലിയാവിന്റെ ദൈവം എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ദൈവം ചോദിക്കുക, ഞാനിവിടെ തന്നെ ഉണ്ട്, പക്ഷെ എന്റെ ഏലീശ എന്ത് ചെയ്യും. നിനക്ക് ദൈവത്തിന്റെ ഏലീശ ആകാൻ പറ്റുമെങ്കിൽ ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കാനുള്ള അവകാശം നിനക്ക് ഉള്ളൂ. അല്ലാതെ ഒരു വിശുദ്ധമായി സ്വർഗത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അനുഭവം കൂടാതെ നമുക്കൊരിക്കലും ദൈവം എന്താ അത്ഭുതം പ്രവർത്തിക്കാത്ത, ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാത്ത, ഇങ്ങനൊന്നും ചോദിച്ചിട്ട് അർത്ഥമൊന്നുമില്ല. വാട്ട് ഈസ് യുവർ ലൈഫ്? നിന്റെ ലൈഫ് എങ്ങനെയാണ്? നീ തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണോ ഇരിക്കുന്നത്? തുറന്ന സ്വർഗം നിനക്കൊരു റിയാലിറ്റിയാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് ലോകത്തിലേക്കാണോ നിന്റെ കണ്ണുകൾ പോകുന്നത്? ലോകത്തെ കണ്ട് ജീവിക്കുന്നവന് ലോകത്തെയും സ്വർഗത്തെയും ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പാപമല്ലാത്ത കാര്യങ്ങൾ പോലും ഒരു യഥാർത്ഥ പ്രവാചകൻ ഒഴിവാക്കേണ്ടി വരുന്നത്. പൗലോസ് പറയുന്നു, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലതും ആത്മീക വർധന വരുത്തുന്നില്ല. കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഫുൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിയമപരമായി ചോദിച്ചാൽ തെറ്റൊന്നും കാണത്തില്ല, പക്ഷേ നിയമപരമായി ശരിയായതൊന്നും എല്ലാം ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ അതിന്റെ പുറകെ പോകത്തില്ല. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായി തെറ്റല്ലാത്ത എന്ത് കാര്യങ്ങളും ചെയ്യാൻ നമുക്കൊരു മടിയുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പ്രവാചകനാകാൻ പറ്റത്തില്ല. പ്രവാചകൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാവി പറയുന്ന ആളെന്നല്ല, ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവാചകനാകണമെങ്കിൽ അവന്റെ കണ്ണുകളിൽ തുറന്ന സ്വർഗം കത്തി നിന്നാലേ പറ്റത്തുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് അത് പറ്റുകയില്ല. ഏലിയാവിന്റെ ആത്മാവുള്ള എലീശ മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾ അത് മനസ്സിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. എന്നറിയാമോ? ഏലിയാവ് അവന്റെ അനുഭവങ്ങൾ ഏലീശായോട് മറ്റുള്ളവരോട് പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു. സ്വർഗത്തിലെ അല്ലെങ്കിൽ സ്വർഗീയമായവരുടെ അനുഭവങ്ങൾ ഒന്നും പറയുകയോ അതൊന്നും ഗിമ്മിക്സ് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഏലീശ വന്ന് ഇതേപോലെ തന്നെ അവൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് എലീശ കരേറിപ്പോയി. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുതപ്പെന്റെ മേൽ വീണു, ഹല്ലേലൂയ എന്ന് നീ പറയുന്നൊന്നുമില്ല. അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്താണ്, എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, അവൻ പറഞ്ഞിട്ടല്ല, അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു എന്ന് എഴുതിയിരിക്കുന്നത്. എലീശ വിവരിച്ചിട്ടല്ല. നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞ് എന്റെ ശുശ്രൂഷ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും വാസ്തവത്തിലില്ല. നമ്മൾ നമ്മുടേതായിട്ടൊരു പേരും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും പറയുമ്പോൾ ഐ ആം അപ്പോസിൽ, അവൻ പേര് പറയുന്നതന്നെ അപ്പോസിൽ എന്ന് ചേർത്തോണ്ടാ. അവൻ തന്നെ അങ്ങ് പറയാ ഞാൻ അപ്പോസ്തോലനാണെന്ന്. എവിടെ ചെന്നാലും ബിഷപ്പുമാരും അപ്പോസ്തോലന്മാരുമേ ഉള്ളൂ. എന്തൊരു ഗതികേടാണെന്ന് പറയാം. ആരോട് ചോദിച്ചാലും ബിഷപ്പ്, അത് സ്വയം പരിചയപ്പെടുത്തണം, ഐ എം ബിഷപ്പ്. ഞാൻ പറയട്ടെ, ഞാൻ പാസ്റ്റർ ഇന്നാരെന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാര്യം ഞാൻ ടീച്ചർ ഇന്നാരെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഞാൻ ടീച്ചർ സാജു എന്നാരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ അല്ലേ. ഞാൻ പാസ്റ്റർ ആണെന്നൊന്നും നമ്മൾ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ നമ്മൾ പറഞ്ഞു നടക്കുന്നത്? നിങ്ങൾക്കൊരു പേരില്ലേ, ആ പേരങ്ങ് പറഞ്ഞാൽ മതി. എന്തിനാ ഈ വെറുതെ? യേശു എന്തുവാ? യേശു ഡോക്ടർ ജീസസ് ആയിരുന്നു? യേശു പാസ്റ്റർ ജീസസ് ആയിരുന്നു? യേശു ബ്രദർ ജീസസ് പോലും അല്ലായിരുന്നു. യേശു ആയിരുന്നു. നമുക്കതൊന്നും പോരാ. നമുക്കിതെല്ലാം പറഞ്ഞു നടന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. ബിഷപ്പ്, അപ്പോസിൽ, മറ്റേ എന്തെല്ലാം പേരുകളെ എന്റെ ദൈവം, റെവറന്റ്. അത് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു ഗതികേടാണെന്നറിയാമോ? ഏലീശായെ കണ്ടപ്പോൾ അവർ താഴെ വീണ് നമസ്കരിച്ചെന്ന്. നമ്മുടെ പേര് വെച്ചൊന്നും അല്ല നമ്മൾ താഴെ വീണ് നമസ്കരിക്കേണ്ടതോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ കാണട്ടെ, കാണുമ്പോൾ അവർ മനസ്സിലാക്കും. ശുശ്രൂഷ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കും. അതില്ലാതെ പേര് വെച്ചത് കൊണ്ടൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് തന്നെയല്ല, ഇവൻ ഒരിക്കലും അധികാരം അവൾ പിടിച്ചു വാങ്ങിക്കുന്നില്ല. 2-ാമത്തെ 15-ാം വാക്യത്തിൽ എലീശ വന്നിട്ട് പറയുന്നില്ല, എന്താ ഞാൻ ഏലിയാവിന്റെ ആത്മാവുമായിട്ട് വന്നിരിക്കുകയാണ്, അത് തന്നെയല്ല ഏലിയാവ് എന്നെയാണ് അവന്റെ അനുയായിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊക്കെയും ഏലിയാവിനെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ എന്നെ കാണേണ്ടതാണ് എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒന്നും മിണ്ടാതെ ഏലിയാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണതുപോലെ എലീശായുടെ മുമ്പിൽ വീഴുകയാണ്. എന്തുകൊണ്ടാ? അവർ വന്ന് നിലം വരെ കുനിഞ്ഞ് അവരെ വിളിക്കുന്നത് തന്നെ യജമാനനെ എന്നാണ്. യജമാനന് താഴോട്ട് വിളിക്കുമ്പോഴത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് യജമാനനെ എന്നാണ് വിളിക്കുന്നത്. യുനോ വൈ? എന്നെ അങ്ങനെ വിളിക്കണമെന്ന് നിയമം ഉണ്ടാക്കിയിട്ടല്ല, അവർ വിളിച്ചു പോയി.
ഈ ബഹുമാനം എന്ന് പറയുന്നുണ്ടല്ലോ പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്നതല്ല. അത് അവരങ്ങ് ചെയ്തു പോകുന്നതാണ്. നമ്മളൊരാളെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ബഹുമാനിച്ചു പോകുകയാണ്. കാര്യം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരാളെ നമ്മൾ ബഹുമാനിച്ചു പോകും. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? നമ്മൾ പല സമയത്തും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം, ഈ അധികാരമൊക്കെ നമ്മൾ പിടിച്ചെടുക്കേണ്ട കാര്യമാണെന്ന് നമ്മുടെ ചിന്ത. നോ, അധികാരം എന്ന് പറയുന്നത് നമുക്ക് വേദപുസ്തക പ്രകാരമുള്ള അധികാരം എന്ന് പറയുന്നത് പോലീസ് അധികാരമൊന്നും അല്ല. വേദപുസ്തക പ്രകാരമുള്ള അധികാരം എന്ന് പറയുന്നത് നമുക്ക് തരുന്ന അധികാരമാണ്. എന്റെ ശിഷ്യന്മാരെ എനിക്ക് തരുന്ന അധികാരമേ എനിക്കുള്ളൂ. ഞാൻ എടുക്കുന്ന അധികാരം ആത്മീയ അധികാരമല്ല, രാഷ്ട്രീയ അധികാരമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പോലീസുകാരന് അവന് എന്താണ്? അവന് ഹി ഹാസ് പവർ. എന്തിനാ? ചെയ്യിക്കാനുള്ള പവറുണ്ട്, അല്ലെങ്കിൽ പറയാനുള്ള. ഒരു ആത്മീയ ലീഡറിന് അങ്ങനെ ചെയ്യിക്കാനുള്ള അധികാരമൊന്നുമില്ല. അത് സഭയുടെ സംഘടനയുടെ അധികാരം. ഞാൻ പ്രസിഡന്റാണ് ബ്രദർ, ഞാൻ പറയുന്നത് അനുസരിച്ചോണം എന്നൊക്കെ പറയുന്നത് അതൊന്നും ആത്മീയ അധികാരമൊന്നുമല്ല. അത് പോലീസ് അധികാരമാണ്. പ്രസിഡന്റ് അല്ലെങ്കിൽ ഇയാളൊന്നുമല്ല. അതതിനകത്തെ തമാശ. നമ്മുടെയൊക്കെ പഴയ സഭകളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഞാൻ പലപ്പോഴും ഈ ആത്മീയ അധികാരം നമ്മുടെ സഭകളിൽ നിന്ന് മാറിപ്പോയതിനെ കുറിച്ച് ഭയങ്കര സങ്കടം എനിക്കുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് ബ്രദർ അവിടെ ഇരുന്നാട്ടെ. ഇരുന്നാട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പ്രസിഡന്റ് എന്ന നിലയിൽ പറയുന്നു ബ്രദർ അവിടെ ഇരുന്നാട്ടെ. പണ്ടൊക്കെ അങ്ങനല്ല. ആരെങ്കിലും ഒരു എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂലക്കിടുന്നൊരു അപ്പച്ചൻ പറയും, കുഞ്ഞേ നീ മിണ്ടണ്ട, നീ അവിടെ ഇരിക്കുക. അപ്പച്ചൻ പ്രസിഡന്റും അല്ല, കമ്മിറ്റി മെമ്പറും ഒന്നുമല്ല, പക്ഷെ അവൻ അവിടെ ഇരിക്കും. കാര്യം ആ മൂലക്കിടിക്കുന്ന അപ്പച്ചന്റെ എന്തോണ്ട്? ആത്മീയ അധികാരമുണ്ട്. ഇതായിരുന്നു സഭയിൽ ഉണ്ടായിരുന്ന അധികാരം. ആ അധികാരം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ പ്രശ്നം. ഏലിയാവിന്റെ ശിഷ്യന്മാർ ഇപ്പോൾ ഏലീശയുടെ മുമ്പിൽ നമസ്കരിക്കുന്നത് ഏലീശ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല. ഏലിയാവിന്റെ ആത്മാവ് ഇവന്റെ മേൽ ഉണ്ട് എന്ന് ഉള്ള ബോധ്യം ആർക്കുണ്ടായി? ശിഷ്യന്മാർക്ക് ഉണ്ടായി. പിന്നീട് ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാനത് ഓടിച്ച് പറഞ്ഞ് വിട്ടുപോകുകയാണ്. അവിടെ ഇവർ പറഞ്ഞ് ഞങ്ങൾ പോയി നിന്റെ യജമാനനെ എടുത്തുകൊണ്ട് പോയി അവിടെ അങ്ങനെ ഇട്ട് കാണും, ഞാൻ പോയി നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഏലിശ പറഞ്ഞു നീ പോകണ്ട, നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞ ഒടുവിൽ പിന്നെ ഇവനങ്ങ് പുറകെ പറഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലിശ പറഞ്ഞു എന്നാ പോക്കോളെ. പോയി നോക്കിയിട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ, ഞങ്ങൾ അവിടെങ്കിലും കണ്ടില്ല. ഏലിശ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പോകണ്ടെന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏലീശ ഇവരെ കാര്യങ്ങൾ തനിയെ ചെയ്ത് മനസ്സിലാക്കാൻ. ഇപ്പം ഈ ഫെയ്ത്തിന്റെ കാര്യം ഞാൻ പലപ്പോഴും പറയാനുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഒരാളെ പറഞ്ഞു പഠിപ്പിക്കാൻ കാര്യമല്ല, പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യം അല്ല. നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നം, നമ്മളെല്ലാം മാനുഷികമായിട്ട് അനലൈസ് ചെയ്യുന്നു. ഇവിടെ ഏലിയാവിന്റെ ശിഷ്യന്മാര് അവരുടെ പ്രശ്നം മാനുഷികമായിട്ട് അവർ അനലൈസ് ചെയ്യുകയാണ്. അവർ പറയുന്നു അങ്ങനെ സ്വർഗത്തിലോട്ട് അങ്ങ് എടുക്കപ്പെട്ടു പോകുമോ? അങ്ങനൊന്നും നടക്കത്തൊന്നുമില്ല. ചിലപ്പോൾ അങ്ങോട്ട് എടുത്തേച്ച് താഴെ ഇട്ട് കാണുമായിരിക്കും. നമ്മളൊന്ന് പോയി നോക്കാം. എന്താണെന്നറിയാമോ? ഇവർ ഹ്യൂമൻ തിങ്കിങ് ആണ് ഇവരുടെ. ഇന്ന് സഭയിലും സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ഉള്ള പ്രശ്നം ഇതാണ്. നമ്മൾ ഹ്യൂമനായിട്ട് മാത്രമേ ആലോചിക്കത്തുള്ളൂ. ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? കർത്താവ് നമ്മളോട് അവിടെ പോകാൻ പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ നമ്മളെ ആരോട് സഹായിക്കാൻ? അവിടെ ആരെങ്കിലും കാണുമോ? പ്രിയമുള്ളവരെ, ഫെയ്ത്ത് ഇല്ല, വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ്. അതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് തീരുമാനമെടുക്കുന്നത്. ദൈവം നടത്തുമെന്നുള്ള ഒരു ചിന്തയൊന്നും ഇന്ന് നമുക്ക് പലപ്പോഴും ഇല്ല, ഫെയ്ത്ത് ഇല്ല. എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെ കാര്യമൊക്കെ ആലോചിച്ചേ. ഞാൻ ഈ പെന്തിക്കോസ്ത് ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം. നമ്മുടെ പിതാക്കന്മാരുടെ ഫെയ്ത്ത് ഒക്കെ അറിയണമെങ്കിൽ എനിക്ക് ഭയങ്കര നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് എനിക്ക് ഭയങ്കര ബഹുമാനവും ഐ എം റിയലി അതുപോലെ എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. കാര്യം നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ വളരെ വിശുദ്ധന്മാരും വളരെ വിശ്വസ്തരും വളരെയേറെ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നവരുമാണ് നമ്മുടെ പിതാക്കന്മാർ. അവരോട് ദൈവം എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞാൽ അവരാരും വണ്ടിക്കൂലി നോക്കി പോകാതിരുന്നിട്ടൊന്നുമില്ല. വണ്ടിക്കൂലി ഇല്ല, അങ്ങ് നടന്ന് തുടങ്ങുകയാണ്. നടന്ന് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വഴിക്ക് വെച്ച ആളുകൾ വണ്ടിക്കൂലി കൊടുക്കുക. അവർക്കതൊരു വിഷയമില്ല. ദൈവം പറഞ്ഞത് കേട്ടാൽ അതനുസരിച്ച് അങ്ങ് പോയാൽ മതി, ഒരു പ്രശ്നമില്ല. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ദൈവം എന്നോട് ഒരിക്കൽ ഈജിപ്തിൽ പോകാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ അങ്ങ് പോയി. വിസയും ഇല്ല, ഒന്നുമില്ല. അവിടെ ചെന്നാൽ ജസ്സോട് പറഞ്ഞിട്ട് പോകുന്നു, ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറ്റി വിട്ടില്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പോരും. ഇനി ഈജിപ്തിൽ ചെന്ന് കഴിയുമ്പം അവിടെ ഇറങ്ങുമ്പം വിസ തന്നില്ലെങ്കിൽ അവിടെ നിന്ന് കയറി പോരും, അടുത്ത ഫ്ലൈറ്റിന് കയറി. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. ദൈവം എന്നോട് പോകാൻ പറഞ്ഞു, ഞാൻ പോയി, ഞാനിവിടെ താമസിച്ചു. ദൈവം പറഞ്ഞത് കേട്ട് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ ഒരു സ്ഥലത്തേക്ക് അവൻ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഫെയ്ത്ത് ഒരിക്കലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അത് പകർന്നു കൊടുക്കാനേ പറ്റുള്ളൂ. മോനെ, നിന്റെ കാര്യം ദൈവം നോക്കിക്കോളുമെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല.
എടാ, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ദൈവം പറഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ. ദൈവം നിന്റെ കാര്യം നോക്കിക്കോളാമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് എന്തുണ്ടാകത്തില്ല? ഫെയ്ത്ത് ഉണ്ടാകത്തില്ല. നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നുള്ള ദൈവശബ്ദം കേട്ടാലേ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ തുറന്ന സ്വർഗത്തിന് കീഴിലുള്ള എലീശായിക്ക് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൃത്യതയുണ്ട്. എന്നാൽ തുറന്ന സ്വർഗം കണ്ടിട്ടില്ലാത്ത ഏലിയാവിന്റെ പഴയ ശിഷ്യന്മാർക്ക് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് എലീശായുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് അവൻ ചെയ്തതായിട്ടുള്ള അത്ഭുതങ്ങൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ അടുത്തത് നമ്മൾ 2-ാമത്തെ അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഓരോ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ആദ്യം നമ്മൾ അവിടെ കാണുന്നത് യെരിഹോവില് അവനുണ്ടായിരുന്ന സമയത്ത്, അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമുള്ളതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകരമാകുന്നു എന്ന് പറഞ്ഞു. അവൻ അതിനുശേഷം നമ്മളോട് വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഉറവയിങ്കൽ ഉപ്പ് ഇട്ട് ആ വെള്ളം പഥ്യമായി തീർന്നു. ഇന്നുവരെയും എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായിരിക്കുന്നു. 22-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ യെരിഹോവിലെ ജനങ്ങൾ അവന്റെ അടുത്ത് വന്ന് വളരെ ആവലോടെ പറയുകയാണ്, വളരെ നല്ല പട്ടണമാണിത്, പക്ഷേ ഈ പട്ടണത്തിലെ വെള്ളം പ്രയോജനമുള്ളതല്ല, അത് മോശമായ വെള്ളമാണ്. അത് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സലിവോടുകൂടെ ചെന്ന് അവരുടെ കൂടെ ചെന്ന് അതിന്റെ ഉറവിങ്കൽ ആ ഉപ്പിട്ട വെള്ളം, അല്ലെങ്കിൽ തളികയിലെ ഉപ്പിട്ടിട്ട് അത് വെള്ളം എന്ത് ചെയ്തു? എന്തായി തീർന്നു? പഥ്യമായി തീർന്നു. ഇപ്പോഴും അവിടുത്തെ വെള്ളം പഥ്യമായ വെള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ബഥേലിലെ സ്റ്റേജ് വേറെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. വാക്യം 23. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ചില ബാലന്മാർ പട്ടണത്തിൽ നിന്ന് വരുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ചു. അവനോട് മൊട്ടത്തലയാ കയറിവാ, മൊട്ടത്തലയാ കയറിവാ എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ വന്ന് അവരെ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ശരിക്കും ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലീശായിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഏലിയാവ് ഇതൊക്കെ കാണിച്ചാൽ നമുക്കൊരു അത്ഭുതവും ഇല്ല. പക്ഷെ എലീശ വളരെ സൗമ്യനായ ഒരു വ്യക്തി, അതും ഈ പിള്ളേരുടെ കാര്യത്തിൽ ചെയ്താൽ എനിക്ക് സങ്കടമായി പോയത്. ഈ പിള്ളേരെ കുറച്ച് കളിയാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊന്ന് കളിയാക്കിയെന്നും വെച്ചുകൊണ്ട് ഇത്രയ്ക്കും വലിയൊരു ശിക്ഷ കൊടുക്കണോ? പക്ഷെ ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതിനകത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇവർ പറയുന്ന വാക്കുകളുടെ ഡിഫറൻസ്. ഇവർ ബാലന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഇസ് ദേ ആർ സ്മോൾ കിഡ്സ്, ദേ ആർ യങ് ഗായ്സ്. അവർ തീരെ ചെറിയ പിള്ളേരാണെന്നല്ല അതിന്റെ അർത്ഥം. ദേ ആർ യങ് ഗായ്സ്. അവർ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് ഈ എലീശായോട് പറയുന്നത് മൊട്ടത്തലയെ കയറി വാ എന്നല്ല, കയറിപ്പോ എന്നാണ്. അസെൻഡ് യു ബാൾ ഹെഡ് എന്നാ പറയുന്നത്. അസെൻഡ് കയറിപ്പോകാൻ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അർത്ഥം മറ്റൊന്നുമല്ല, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിന്റെ യജമാനൻ പോയിടത്തോട്ട് നീയൂടെ അങ്ങ് കയറി പൊക്കോടാന്നാ പറയുന്നത്. അതായത് ഈ പട്ടണത്തിലെ പിള്ളേരെന്നുള്ളതല്ല, യുവാക്കന്മാർ ഇത് പറയുന്നത് ആ പട്ടണത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഈ പട്ടണം പറയാണ്, ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളിൽ ജീവിച്ചോളാം, നീ കയറിപ്പോടാ, മൊട്ടത്തലയാ കയറിപ്പോ, കയറി വാന്നല്ല, ഇറങ്ങി വരാനല്ല, കയറിപ്പോ. അസെൻഡ് യു ബാൾ ഹെഡ്. അതായത് ദൈവത്തിന്റെ കൗൺസിൽ ആവശ്യമില്ലാത്ത ഒരു സമൂഹമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ പട്ടണത്തിനെതിരെ എലീശ ഒരു ശാപവചനം ഉതിർക്കുകയും അവർ 42 പേരെ പെൺകരടികൾ വന്ന് കൊല്ലുകയും ചെയ്യുന്നത്. ഇവിടെ അവര് നിഷേധിച്ചത് വാസ്തവത്തിൽ എലീശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയല്ല, അവർ നിഷേധിച്ചത് ദൈവത്തിന്റെ കൗൺസിലാണ്, ദൈവത്തിന്റെ ഉപദേശമാണ്. ഇന്നും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇടപെടലുകൾ ചില സ്ഥലങ്ങളിൽ ആവശ്യത്തിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ താഴ്മയുള്ള വ്യക്തികൾക്ക് കരുണയായും അഹങ്കാരികൾക്ക് ന്യായവിധിയുമായിട്ടാണ് വരുന്നത്. അതെല്ലാ കാലയളവിലും അങ്ങനെയാണ്. യെരിഹോവിലെ ജനങ്ങൾ അവന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, യജമാനനെ, ഞങ്ങളുടെ വെള്ളം ശരിയായിട്ടുള്ള വെള്ളമല്ല, അത് ചീത്തയും ഗർഭനാശമുള്ളതുമാണ്, യജമാനനെ ഞങ്ങളെ സഹായിക്കണം. അവിടെ കരുണയുടെ ഇടപെടലാണ് ദൈവത്തിൻ്റെത്. എന്നാൽ നിന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ പാപത്തിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവനിഷേധത്തിന്റെ പരിണിത ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ പെൺകരടികൾ വന്ന് അവരെ
തിന്നു കളയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകൻ സാന്ത്വനത്തിന്റെ പ്രവാചകൻ മാത്രമല്ല, അവൻ ശിക്ഷണത്തിന്റെയും പ്രവാചകനാണ്. അവൻ ചിലപ്പോൾ ന്യായവിധിയുടെ പ്രവാചകനാണ്. അവർ പ്രവാചകനെ മാത്രമല്ല ദൈവത്തെയും നിഷേധിച്ചു. അതുകൊണ്ട് ദൈവം തന്റെ ന്യായവിധിയുടെ ഒരു കാഴ്ച അവർക്ക് കാണിച്ചു കൊടുത്തു. ആ പട്ടണത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുകയൊന്നും അല്ല ചെയ്തത്. അതും നിങ്ങൾ ആലോചിക്കണം. ബഥേലിനെ മൊത്തമായിട്ട് ദൈവം നശിപ്പിച്ച് കളയല്ല, അവരിൽ, അതായത് ഇവനെ കളിയാക്കിയവരെ പോലും മൊത്തമായിട്ടെന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ചില ബാലന്മാർ അല്ലെങ്കിൽ യങ് പീപ്പിൾ അവനെ കളിയാക്കി, അവൻ അവരെ ശപിച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവര് 42 പേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒത്തിരി പേരുണ്ട് 42 പേരെ. അതായത് അതൊരു സൈനാണ്, ഒരു സിമ്പൽ, ഒരു ലാംഗ്വേജ് ആണ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ, ആ പട്ടണത്തിന് മാനസാന്തരപ്പെടാനുള്ള ഒരു ന്യായവിധിയുടെ സന്ദേശം കൊടുക്കുകയാണ്. എന്റെ കൗൺസിൽ നിഷേധിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടാകും എന്നുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഭാഷ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതാണ് ദൈവത്തിന്റെ പ്രവാചകന്റെ ആദ്യത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നത്. കരുണയും സാന്ത്വനവും ന്യായവിധിയും ഒരുപോലെ പ്രവചിക്കുന്നവനായ പ്രവാചകൻ. ഒരു പ്രവാചകന്റെ പ്രത്യേകത, അവൻ ദൈവത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ട് അവൻ ഒരു തീരുമാനമെടുത്ത് അവൻ ഇഷ്ടമുള്ളത് പറയുകയല്ല. പല പ്രവാചകന്മാരും നല്ല കാര്യം മാത്രമേ പ്രവചിക്കത്തുള്ളൂ. എന്നറിയാമോ? നല്ല കാര്യം പ്രവചിച്ചാലേ നിലനിൽപ്പുള്ളൂ. പക്ഷെ നിലനിൽപ്പ് നോക്കിയല്ല ഒരു യഥാർത്ഥ പ്രവാചകൻ. ദൈവത്തിന്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ നിലപാടെന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിന്റെ നിലപാട് സാന്ത്വനമാണെങ്കിൽ അവൻ സാന്ത്വനം പ്രസംഗിക്കും. ദൈവത്തിന്റെ നിലപാട് ശിക്ഷണമാണെങ്കിൽ അവൻ ശിക്ഷണം പ്രസംഗിക്കും. ഇത് രണ്ടും പ്രസംഗിക്കുന്നവനാണ് ശരിക്കും ദൈവത്തിന്റെ പ്രവാചകൻ. എന്നാൽ അതേസമയം ഈ കരുണയുള്ളവനായ അല്ലെങ്കിൽ കരുണയോടുകൂടെ ആളുകളോട് ഇടപെടുന്ന വ്യക്തി തന്നെ ഉണ്ടല്ലോ, ഒരു ഒത്തുതീർപ്പിനൊരിക്കലും തയ്യാറായിരുന്നില്ല. എലീശ സൗമ്യനായ വ്യക്തിയാണെങ്കിലും എല്ലാവരോടും വളരെ സൗമ്യമായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്. പാവങ്ങളോടൊക്കെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന എലീശ, അതിന്റെ 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ വായിച്ചു നോക്കണം. 3 രാജാക്കന്മാര് ഒരുമിച്ച് ഒരു യുദ്ധത്തിന് പോവുകയാണ്. എന്നാൽ ആ യുദ്ധത്തിൽ അവർക്ക് വെള്ളം കിട്ടാതാകുന്ന ഒരു പ്രത്യേകമായ സന്ദർഭമാണ്. അങ്ങനെ അതിനകത്ത് ഒരു ഇസ്രായേലിന്റെ രാജാവുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 18-ാം ആണ്ടിൽ യഹോരാം ശമരിയയിൽ ഇസ്രായേലിന്റെ രാജാവായി. അപ്പൊ ഇസ്രായേലിന്റെ രാജാവ് അവിടെ ഉണ്ട്. എന്നിട്ട് മോവാബ് രാജാവായ മേശക്കിന് വിരുദ്ധമായിട്ട് അവര് യുദ്ധത്തിന് പോയപ്പോൾ ഇവിടെ 2 രാജാക്കന്മാരും, ഇസ്രായേലിന്റെ രാജാവും യഹൂദയുടെ രാജാവും ഒരുമിച്ച് കൂടി അവർക്ക് ഒരു പ്രയാസം ഉണ്ടായപ്പോൾ, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ 3-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എന്നാൽ അവിടെ 11-ാം വാക്യം വായിക്കുമ്പോൾ യഹോശാഫാത്ത്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് അവൻ ചോദിക്കുകയാണ്. അന്ന് അരുളപ്പാടൊന്നും ചോദിക്കാൻ ആരും പോകുന്നില്ല. യഹോരാം യഹോവയുടെ അരുളപ്പാടൊന്നും ചോദിക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. ഒരരുളപ്പാടും ചോദിക്കാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കാതാണ് ഇവർ മോവാബിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാൽ അവിടെ ഒരു ഭടൻ ഇങ്ങനെ പറഞ്ഞു, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകനായ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അപ്പോൾ ഏദോം രാജാവും യഹൂദ രാജാവും യെരൂശലേം അല്ലെങ്കിൽ ഇസ്രായേൽ രാജാവും കൂടെ ഒരുമിച്ച് അവന്റെ അടുക്കൽ വന്നു. ഏദോം രാജാവ്, ഇസ്രായേൽ രാജാവ്, യഹൂദയുടെ രാജാവ്, ഇവര് 3 പേരും കൂടെ എലീശയുടെ അടുത്ത് ആലോചന ചോദിച്ചു വരുമ്പോൾ രാജാക്കന്മാര് 3 പേരും കൂടെ വന്നിരിക്കുകയല്ലയോ എന്ന് വെച്ച് നേരെ സ്റ്റേജിൽ ഒരു കസേര ഇട്ട് കൊടുക്കാനൊന്നും എലീശ തയ്യാറല്ലായിരുന്നു. നമുക്കൊക്കെ അല്പം കഴിവുള്ളവനോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവനോ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷ അവിടെ നിർത്തി വെക്കും നമ്മൾ. പിന്നെ നമുക്ക് അവരുടെ പുറകിൽ നിന്ന് മാറാനായിട്ട് നേരമില്ല. സാർ ഉണ്ടെങ്കിലേ ഞങ്ങൾ ജീവിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും അവരോടുള്ള സംസാരമൊക്കെ. സാർ ഇവിടെ MLA ആയിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് സാറ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകിൽ നിന്ന് മാറാൻ പിന്നെ നേരം കാണത്തില്ല. ബഹുമാനത്തോടെ സംസാരിച്ചു, പക്ഷെ ദൈവാശ്രയം വിട്ട് സംസാരിക്കരുത്. എനിക്ക് എല്ലാവരോടും ബഹുമാനമുണ്ട്. അവര് നമ്മളുടെ ജനപ്രതിനിധികളാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ കയറിയാൽ നിങ്ങൾ ബഹുമാനത്തോടുകൂടെ സംസാരിച്ചു, പക്ഷേ ദൈവാശ്രയം വിട്ടിട്ടുള്ള സംസാരം പാടില്ല. ഇവിടെ ഈ രാജാക്കന്മാരെല്ലാം വന്നിട്ട് പിന്നെ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏലീശയുടെ അടുക്കൽ ചെന്നപ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഏലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു പറഞ്ഞു. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ
യഹോവയാണ്. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ നിന്നെ ഞാൻ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. ആരോടാ പറയുന്നറിയാമോ? രാജാവിനോടാ പറയുന്നത്. ഏത് രാജാവിനോട്? അവന്റെ രാജാവിനോടാ. അതായത് ഈ പറയുന്ന ഒരു നിമിഷത്തിൽ അവന്റെ പടയാളികളെ കൊണ്ട് എലീശായെ വെട്ടിക്കൊല്ലിക്കാനും അവന് പറ്റും. കാര്യം ഈസ് കിങ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ യഹൂദ രാജാവ് യഹോശാഫാത്ത് അവനെ ഉള്ളൂ ആലോചന ചോദിക്കാതെ പോയതിനകത്ത് ആകെപ്പാടെ പ്രയാസം ഉണ്ടായത്. അവന്റെ മുഖം ഞാൻ ആദരിച്ചില്ലായിരുന്നു, ഇങ്ങനെ നോക്കത്ത് പോലും ഇല്ലായിരിക്കുന്നു. വന്നിരിക്കുക, നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുത്തും അപ്പന്റെ പ്രവാചകന്മാരുടെ അടുത്തും പോക്കോടാ, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടോ. അപ്പം മൃദുവായി സംസാരിക്കുന്നവനും ദൈവികമായി വളരെ കരുണയോട് ഇടപെടുന്ന ആളാണെങ്കിലും അധികാരസ്ഥരുടെ പുറകെ ഒന്നും നടക്കുന്ന വ്യക്തി അല്ലായിരുന്നു ആര്? എലീശ. അധികാരസ്ഥന്മാരുടെ പുറകെ നടക്കുന്നവനൊന്നും വിശുദ്ധനായിട്ട് ജീവിക്കും. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം കണ്ണടച്ച് കാണുന്നവനും യാതൊന്നിനെ കുറിച്ചും സംസാരിക്കാതിരിക്കുന്നവനും ഒന്നും അല്ല. അശുദ്ധി കാണുമ്പോൾ അത് വിളിച്ചു പറയുകയും കൂടെ ചെയ്യുന്നവനാണ് വിശുദ്ധൻ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അശുദ്ധി കാണുമ്പോൾ കണ്ണടയ്ക്കുന്നവനല്ല വിശുദ്ധൻ. അശുദ്ധി കാണുമ്പോൾ ധൈര്യത്തോടുകൂടെ, ധൈര്യമെന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നതല്ല. ധൈര്യമെന്ന് പറയുന്നത് മിണ്ടേണ്ടപ്പോൾ മിണ്ടുന്നതും മിണ്ടാതിരിക്കേണ്ടപ്പോൾ മിണ്ടാതിരിക്കുന്നതുമാണ്. സംസാരിക്കേണ്ടപ്പോൾ സംസാരിക്കുന്നതും സംസാരിക്കരുതാത്തപ്പോൾ സംസാരിക്കാതിരിക്കുന്നതുമാണ് ധൈര്യം എന്ന് പറയുന്നത്. എലീശ ഭയങ്കര ധൈര്യത്തോടെയാണ് ഞാൻ ഇതിനെ നോക്കുക പോലും ഇല്ലായിരുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ലാത്ത ഒരു അൺകോംപ്രമൈസിങ് മാൻ. എന്നാൽ അതേസമയം ഇവൻ ഒത്തുതീർപ്പൊന്നും വേണ്ടാഞ്ഞ എന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹി വാസ് എ മാൻ വിത്ത് സിമ്പിൾ, ഹി വാസ് എ സിമ്പിൾ മാൻ. അവന് മോഹങ്ങളില്ലാഞ്ഞതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാശുള്ളവന്റെയും അധികാരമുള്ളവന്റെയും പുറകെ നമ്മൾ തെണ്ടി നടക്കുന്നത് നമ്മുടെ മോഹങ്ങൾ കൊണ്ടാണ്. ഈ എലീശായ്ക്ക് അങ്ങനെ ഒരു ജീവിതം മതി. അവൻ ജീവിക്കുന്ന ജീവിതം വളരെ ലളിതമായ ഒരു ജീവിതമാണ്. എലീശായും എലീശായുടെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പെട്ടെന്ന് പോകട്ടെ, 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു, നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പം ദൈവത്തിന്റെ ദാസന്മാരും മരിക്കും ഇല്ലേ? ദൈവത്തിന്റെ ദാസന്മാരും എലീശായുടെ ശിഷ്യനല്ലയോ? അത്ര വലിയ പ്രായമൊന്നും ആയി കാണത്തില്ല. കാര്യം മക്കളൊന്നും കല്യാണമൊന്നും കഴിച്ചിട്ട് ഒന്നുമില്ല. കാര്യം അവരെ പിടിച്ചോണ്ട് പോകാറായതേ ഉള്ളൂ. അപ്പൊ യങ് ഏജിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിൽ എന്ത് സംഭവിച്ചു? യഹോവയുടെ ദാസൻ അല്ലെങ്കിൽ എലീശായുടെ ശിഷ്യനും എന്ത് ചെയ്തു? മരിച്ചു. ഞാൻ മരിക്കത്തില്ല, എന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് എന്റെ ആയുസ് എടുക്കാൻ സാത്താനെ ഞാൻ അനുവദിക്കത്തില്ല എന്നൊന്നും ആരും വലിയ വീരവാദമൊന്നും മുഴക്കൊന്നും വേണ്ട. അതൊക്കെയാണല്ലോ ഇപ്പോഴുള്ള പ്രസംഗം. സാത്താൻ ജീവൻ എടുത്ത്, സാത്താനൊന്നും അല്ല ജീവൻ എടുക്കുന്നത്. സാത്താന് ജീവൻ എടുക്കാൻ പറ്റത്തുമില്ല. നിങ്ങളുടെ ജീവൻ ആരെങ്കിലും എടുക്കുന്നെങ്കിൽ, അല്ലെ എന്റെ ജീവൻ ആരും എടുക്കുന്നത് ദൈവം എടുക്കുന്നത്, അല്ല സാത്താൻ എടുക്കുന്നൊന്നുമല്ല. എന്റെ ജീവൻ എടുക്കാൻ സാത്താൻ എന്നെ അവകാശം? അങ്ങനെ സാത്താൻ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് സാത്താൻ എടുത്തോണ്ട് പോകാതിരിക്കാൻ, ആയുസിന്റെ മധ്യത്തിൽ വെച്ചൊന്നും സാത്താൻ എടുത്തോണ്ട് പോകുന്നൊന്നുമില്ല. നിങ്ങൾ വെറുതെ പേടിക്കാതെ. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ പോയെന്നിരിക്കും, പോട്ടെ. പക്ഷെ അത് ചെയ്യുന്നത് പിശാചാണെന്ന് പറയരുത്. ഇവിടെ എലീശായുടെ ശിഷ്യൻ, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ പാപം ചെയ്തിട്ട് മരിച്ചതൊന്നും അല്ല. ചിലപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന വിശുദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ നൂറ്റാണ്ടിൽ അതായത് കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയ്ക്ക് ഇത്രയും ശക്തമായി ദൈവത്തിന്റെ ദൂതുകൾ പ്രസ്താവിച്ച ഒരു വ്യക്തിയെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പ്രസംഗങ്ങളെല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഡേവിഡ് വിൽക്കേഴ്സന്റെ പ്രസംഗങ്ങളെല്ലാം ഒരു 2000 പ്രസംഗമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഈ മനുഷ്യൻ കഴിഞ്ഞ വർഷം ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഭക്തനായ ആ മനുഷ്യൻ കാറിടിച്ച് മരിച്ചാണോ? അങ്ങനെയാണോ മരിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഏലീശായുടെ ശിഷ്യനെ കുറിച്ച് പറഞ്ഞത് അവൻ ഭക്തനായിരുന്നു. അവൻ നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. എന്ന് തന്നെയല്ല, മരിച്ചത് എങ്ങനെയെന്നറിയാമോ? ഇപ്പോൾ കടക്കാർ വന്ന് എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് മരിച്ചത് കടം വരുത്തിയിട്ടാ. അപ്പൊ ഭക്തനായിട്ട് ജീവിച്ച എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം
എത്ര ഭക്തനായിട്ട് ജീവിച്ചാലും ചിലപ്പോൾ കടക്കാരനായെന്ന് ഇരിക്കും. അതും ചില്ലറ കടമൊന്നുമല്ല, പിള്ളാരെ പിടിച്ചുകൊണ്ട് പോകത്തക്ക രീതി. അതായത് പറ്റുകടയിൽ ഇച്ചിരി 2 മാസത്തെ പൈസ കൊടുക്കാനുള്ളതൊന്നുമല്ല, പിള്ളാരെ പിടിച്ചുകൊണ്ട് പോകത്തക്ക നിലയിൽ ഉള്ള കടം ആർക്കുണ്ടായിരുന്നു? യഹോവ ഭക്തനായ എലീശായുടെ പ്രവാചന ശിഷ്യനുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എലീശ എന്താ പറയുന്നത്? നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണ അല്ലാതെ അടിയന്റെ വീട്ടിലൊന്നുമില്ല. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. പക്ഷേ ഇത് നമ്മുടെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ മിഷനിലോ അല്ലെങ്കിൽ നമ്മുടെ സഭയിലോ ഇതുപോലെ യങ്ങായിരിക്കുന്ന ഒരു ഭർത്താവ്, ഒരു ശുശ്രൂഷകൻ മരിക്കുകയും ഭാര്യ വന്ന് പരാതി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്ത്രീയുടെ ഫോട്ടോയും പിള്ളേരുടെ ഫോട്ടോയും എല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ബ്രോഷർ അടിച്ച് അമേരിക്കയിലും ലണ്ടനിലും എല്ലായിടത്തും ഉള്ള ആളുകൾക്ക് അയച്ച്, ഭക്തനായ ഒരു മനുഷ്യന്റെ മരിച്ചു, ഇപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു പിരിവ് നടത്തുകയായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ഈ മാനുഷിക ബുദ്ധിയെ മനസ്സിൽ വരത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനേയും ചിലപ്പോൾ പറഞ്ഞേനേയും എന്തുവാ, നമ്മുടെ കോമൺ ഫണ്ടിൽ പൈസ വല്ലതും ഉണ്ടോ നോക്കിക്കേ. കോമൺ ഫണ്ടിൽ പൈസ വല്ലതും കിടപ്പില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വിഡോ ഫണ്ടിൽ വല്ല പൈസ വല്ലതും ഉണ്ടോ നോക്കിക്കേ. ഏലീശയുടെ കാര്യത്തിൽ ഇതൊന്നും ഇല്ലെന്നേ, ഇങ്ങേർക്ക് ഫണ്ടും ഒന്നുമില്ല. ഈ ശിഷ്യൻ കടക്കാരനായിട്ട് മരിച്ചെന്ന് പറയുന്ന പോലെ ഇങ്ങേരും കാശുകാരനായിട്ടൊന്നും അല്ല ജീവിക്കുന്നത്. എന്താ, ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കാനൊന്നും ഇങ്ങേർക്ക് ഇല്ല. ഒരു ശിഷ്യനെ വിളിച്ചിട്ട് ഒരു ചെക്ക് എഴുതി കൊടുക്കാനൊന്നും ഇങ്ങേരുടെ കയ്യിലില്ല. അപ്പോൾ ഏലീശായും എങ്ങനെയാ ജീവിക്കുന്നത്? ഒരു ദരിദ്രനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വേറെ ഗിമ്മിക്സ് ഒന്നും കളിക്കാനായിട്ട് പറ്റാതെ എന്താ അത്ഭുതം പ്രവർത്തിക്കേണ്ടി വരുന്നത്. പല സമയത്തും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ്. അതിനിടയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ പലപ്പോഴും ഈ കാര്യം നടക്കത്തില്ല. കർത്താവ് പറയും, എടാ ഞാനെന്തിനാ ഇടപെടുന്നത്? നിനക്ക് തന്നെ ആവശ്യത്തിനുള്ള കാര്യം ഉണ്ടല്ലോ, നിനക്ക് പിടിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ, എന്നാ നീ അങ്ങ് പിടിച്ചോളാൻ പറയും. മനസ്സിലായില്ലേ? അത്ഭുതകരമായി നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ പിടിക്കാനുള്ള ബുദ്ധി നമുക്കില്ലാതിരുന്നാലേ പറ്റുള്ളൂ. പിടിക്കാനുള്ള ബുദ്ധി എടുത്താൽ പിന്നെ കർത്താവ് പറയും, എന്നാ പിന്നെ പിടിച്ചങ്ങ് ചെയ്തോളാൻ പറയും. കർത്താവ് ഒരു കൂട്ടുകൃഷിക്ക് പോകത്തില്ല. അത് കർത്താവിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രവാചകൻ ഇവരുടെ സ്റ്റേജസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വീണ്ടും ആലോചിച്ചാൽ എത്രയോ ദാരിദ്ര്യത്തിലാണ് ഇവർ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കണമെങ്കിൽ 6-ാം അധ്യായം വരുമ്പോൾ അവിടെ വന്നിരിക്കുന്ന പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. നോക്ക്, ഡോർമിറ്ററി വളരെ ഇടുക്കമാണ്, ആൾക്കാർ കൂടുതലുണ്ട്, താമസിക്കാൻ സ്ഥലമില്ല. നോക്ക്, ഈ പ്രവാചക ശിഷ്യൻ ധനികനായിരുന്നെങ്കിൽ നല്ലൊരു ഡോർമിറ്ററി പണിയെടുത്തായിരുന്നു. ഒരു ഡോർമിറ്ററിക്ക് ഇടുക്കമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഉടനെ തന്നെ വെബ്സൈറ്റിൽ പരസ്യം ചെയ്യും, ഞങ്ങൾക്ക് ഇത്രയും ശുശ്രൂഷകരുണ്ട്, പക്ഷേ പണമില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടത്ര ശുശ്രൂഷകളിൽ മുന്നേറുവാൻ തക്കോണം കഴിയുന്നില്ല. ഞങ്ങളുടെ കൂടെയുള്ള ശുശ്രൂഷകരുടെ എണ്ണം ഇത്ര, അവരുടെ ഫോട്ടോയും എല്ലാം കൂടെ കൊടുത്ത് ഞങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് ആരുണ്ട്? ഒരു മാസത്തേക്ക് ഇത്ര രൂപ, ഒരു വർഷത്തേക്ക് ഇത്ര രൂപ, ഒരു സൈക്കിളിന് വേണ്ടി ഇത്ര രൂപ, ഒരു മൈക്ക് സെറ്റിന് ഇത്ര രൂപ, ഓരോ കാര്യങ്ങളുടെയും പേര് പറഞ്ഞ് സ്പോൺസർ ചെയ്യാൻ. പക്ഷെ ഏലീശ അങ്ങനത്തെ ഗിമ്മിക്സ് ഒന്നും കാണിക്കുന്നില്ല. ഈ ശിഷ്യന്മാർ അതുപോലുള്ളവരാ. അതുകൊണ്ട് എന്താണെന്നറിയാമോ അവിടുത്തെ പ്രത്യേകത? അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ചെന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് പൈസ പിരിച്ചു തരണമെന്നും അല്ല. അവർ പറയുന്നത്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അവർ തന്നെ അധ്വാനിക്കാൻ തയ്യാറാണ്. അവരാരും പറഞ്ഞില്ല, കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ് ഈ കരങ്ങൾ, ഇതുകൊണ്ട് കോടാലി പിടിക്കത്തില്ല എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി കരങ്ങൾ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് കോടാലി പിടിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. കോടാലി ആകാതിരുന്നാൽ മതി. അതുകൊണ്ട് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. സ്ഥലം എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അധ്വാനിക്കണമെന്ന് അധ്വാനിക്കണം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ വലിയ ജാട കാണിക്കായിരുന്നു വെച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ യോർദാങ്കോളം പോയി ഞങ്ങൾ ഓരോ മരം വെട്ടിക്കൊണ്ട് വന്നോളാമെന്നാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നീ ഞങ്ങൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കണമെന്നൊന്നും പറയുന്നില്ല. അവരാരും പറഞ്ഞില്ല, പാസ്റ്ററെ ഞങ്ങൾ ഇവിടെ നിന്നാലും ഞങ്ങൾക്ക് നല്ലൊരു ഡോർമിറ്ററിയോ പാഴ്സനേജ് ഉണ്ടാകുമോ, അതോ ഞങ്ങളിനി അടുത്ത വേറെ ആരെങ്കിലും നോക്കണോ? ഏതാ പാസ്റ്റർക്ക് ഒരു പാഴ്സനേജ് പണിത് തരാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു സംഘടന ഞങ്ങളുടെ പുറകെ നടപ്പുണ്ട്, പാഴ്സനേജ് പണിത് തരാമെന്നും പറഞ്ഞുകൊണ്ട്. ഇവിടുത്തെ പ്രശ്നം അതാണല്ലോ. പണിത് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം വേറെ ആൾ വന്നിരിക്കുകയല്ലേ പണിത് കൊടുക്കാനായിട്ട്, ഇല്ലേ? ഇതാ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ശിഷ്യന്മാർ പറയാണ്, ഇല്ല, ഞങ്ങൾക്ക് പാഴ്സനേജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ നിന്റെ കൂടെ തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ വരെ പോകാനൊരു അനുവാദം തരണം. അവൻ പറഞ്ഞു, ഒരു കാര്യം, സ്ഥലം ഉണ്ടാക്കട്ടെ, അവൻ പോകാ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളുടെ കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. നോക്ക്, എന്തോ ഒരു സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ, കോടാലി അല്ലെങ്കിൽ ആക്സ് എന്ത് ചെയ്യുന്നു? തെറിച്ച് നദിക്കകത്ത് പോകുന്നു. ഉടനെ അവൻ എന്താ പറയുന്നത്?
യജമാനെ അത് കടം വാങ്ങിച്ചായിരുന്നു. നോക്കി യുവന്മാരുടെ സ്വന്തമായിട്ടൊരു കോടാലി പോലും ഇല്ല, കോടാലി പോലും കടം വാങ്ങിച്ച. ഇത്രയും പണമേ ഉള്ളൂ ഇവർക്കൊക്കെ. നമ്മുടെ ആൾക്കാർക്കൊക്കെ സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടായാൽ പറ്റും. ഇടുക്കമുള്ള സ്ഥലത്ത് കിടന്നും കടം വാങ്ങിച്ച കോടാലി കൊണ്ടും ഒക്കെ ജീവിക്കാൻ പഠിച്ച പഴയ കാലമുണ്ടല്ലോ, അതാണ് നമ്മളുടെ സുവർണകാലം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഉള്ള കാലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ദുരിതങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും പ്രയാസങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നിട്ടും എലീശായിൽ ധനമോഹം ഒരിക്കലും ഉണ്ടായിട്ടില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ നയമാന്റെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ നയമാന്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രവാചകന് രാജാക്കന്മാരോടൊരു ചെറിയ വെറുപ്പൊന്നുമില്ല. അവൻ അങ്ങനെ വലിയ കളി കളിക്കണം ഒരു റിലക്റ്റൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? രാജാക്കന്മാരും വന്നാലും ഇവൻ മൈൻഡ് ചെയ്യത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അവർ വരുമ്പോഴാണ് എല്ലാം കൂടെ ഇടപെടുന്നത്. 3 രാജാക്കന്മാരെല്ലാവരും കൂടെ, ഏദോം രാജാവും ഇസ്രായേലിന്റെ രാജാവും യഹൂദിയ രാജാവും എല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇവൻ പുറത്തോട്ടിറങ്ങിയില്ല. ഇതേപോലെ തന്നെ നയമാൻ അരാം രാജാവിന്റെ സേനാധിപൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചിന്തിച്ചത് പ്രവാചകൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കൈ ഇങ്ങനെ ആട്ടി സൗഖ്യമാകട്ടെ എന്ന് പറയുമെന്നൊക്കെയാണ് ചിന്തിച്ചത്. ഇന്ന് രാത്രികാലം സൗഖ്യമാകട്ടെ കൽപ്പിക്കുന്നു എന്നൊക്കെ പറയുമെന്നൊക്കെ ചിന്തിച്ച് കൈ ആട്ടുമെന്ന് ചിന്തിച്ചത്. അവനെ പറഞ്ഞ അകത്തോട്ട് പോലും പറഞ്ഞില്ല. അവനെ പറഞ്ഞാൽ ആ യോർദാൻ നദി പോയി ഒരു 7 പ്രാവശ്യം മുങ്ങി വെച്ച് കയറി പോക്കോളാൻ എന്ന് കൂളായിട്ടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അധികാരസ്ഥരുടെ പുറകെ നടക്കുന്ന പരിപാടി നിർത്ത്, പണക്കാരന്റെ പുറകെ നടക്കുന്ന പരിപാടി നിർത്ത്. അവൻ സൗഖ്യമായി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം, ഒരു സമ്മാനം സ്വീകരിക്കണമേ എന്ന് അവൻ പറഞ്ഞു. വളരെ സൗമ്യതയോടെ പറയുന്നത്, ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളുന്നത്. അവൻ എന്താ പറയുന്നത്? അതിനവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. നോക്ക്, കൈക്കൊള്ളുവാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിക്കാൻ പാടില്ല. പിന്നെ ഇവൻ എന്തുകൊണ്ട് എലീശ ഈ കാര്യത്തിൽ വാങ്ങിക്കാതിരുന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഇതുപോലുള്ള ഒത്തിരി പാർട്ടികളുണ്ട് സൗഖ്യമാക്കിയിട്ട് പൈസ വാങ്ങിക്കുന്ന ആളുകളെ. നമ്മളും കൂടെ കാശ് വാങ്ങിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഇങ്ങനെ തന്നെ കാണത്തുള്ളൂ. ദൈവത്തെ മനസ്സിലാക്കി വരുന്നവന്റെ കയ്യിൽ നിന്ന് മാത്രമേ, ദൈവത്തെ അറിഞ്ഞു വരുന്നവന്റെ കയ്യിൽ നിന്ന് മാത്രമേ, അല്ലാതെ സൗഖ്യമായെന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു, പ്രാർത്ഥിച്ചു, ഉടനെ തന്നെ കൈ നീണ്ടി വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. അത് ദൈവത്തിന് തന്നെ നാണം കേടാണ്. ആരോടും പണം വാങ്ങിക്കത്തില്ലെന്നൊന്നും അല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ ഈ ധനം കൊണ്ട് കളിക്കാൻ വന്നവന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പണം കൊണ്ട് കളിക്കാൻ വരുന്നവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കരുത്. ആരോട് പണം വാങ്ങിക്കരുതെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. മാറാത്ത പല ചെക്കുകൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആളുകൾ കാശ് തന്നിട്ട് ഞാൻ മാറാത്ത ചെക്കുകൾ, മാറണോ വേണ്ട ദൈവം പറഞ്ഞാലേ മാറത്തുള്ളൂ. അല്ലാതെ എല്ലാവരും തരുന്ന കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. ആരിൽ നിന്ന് പണം വാങ്ങിക്കണം, എപ്പോൾ വാങ്ങിക്കണം, ഏത് കാര്യത്തിൽ വാങ്ങിക്കണം. കിട്ടുന്നതെല്ലാം വാങ്ങിക്കുന്ന പരിപാടി നിർത്തണം. ഒരാൾ പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പണം തന്നാലും ഞാൻ വാങ്ങിക്കുമെന്ന് ഒരാൾ പറഞ്ഞത്. ഞാൻ വെറുതെ പറഞ്ഞ ഒരു ഉപദേശം പറഞ്ഞതാ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പണം തന്നാലും ഞാൻ വാങ്ങിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഇത് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടല്ല. ഇവിടെ നോക്കുക, അവൻ ധനമോഹി അല്ല എന്ന് പറയുമ്പോൾ അവൻ കാശുകാരനായിട്ടല്ല നിങ്ങൾ ആലോചിക്കണം. ഈ സമയത്ത് തന്നെയാണ് കടം കയറി അവന്റെ ശിഷ്യൻ മരിക്കുന്നത്. ഈ സമയത്താണ് അവന്റെ ഡോർമിറ്ററി പണിയാതെ. ഇത് കഴിഞ്ഞിട്ട് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഡോർമിറ്ററി ഇടുക്കമുള്ളതാണ്. ഇത്രയും വലിയ പൈസയും കൊച്ചു പൈസയൊന്നുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എലീശായുടെ ശിഷ്യൻ ചെന്നിട്ട് അവിടെ 28-ാമത്തെ വാക്യത്തിൽ സുഗന്ധൻ എന്ന് പറഞ്ഞു, പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രൈം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറവാൻ എന്റെ യജമാൻ എന്നെ അയച്ചിരിക്കുന്നു. നമുക്ക് കള്ളം പറയുന്നുണ്ടല്ലോ. 1 താലന്ത് വെള്ളി എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപ വരും. അവൻ പറഞ്ഞു 2 താലന്ത് വാങ്ങിക്കണേ എന്ന് പറഞ്ഞ് 2 താലന്ത് നിർബന്ധിച്ചു കൊടുത്തു. അത് 4 ലക്ഷം രൂപയും വാങ്ങിച്ചോണ്ടാ നയമാന്റെ അടുത്തുനിന്ന് ആര് പോകുന്നത്? ഗേഹസി പോകുന്നത്, കാശ് വാങ്ങിച്ചോണ്ട് പോകുന്നു. അപ്പൊ ഇവൻ കൊടുക്കാൻ ഉദ്ദേശിച്ച് എത്രയാണെന്ന് ആലോചിക്കണം. എത്ര ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് വാസ്തവത്തിൽ. നമ്മൾ പറഞ്ഞ ഇവനൊരു മണ്ടനാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്രയോ നല്ല ഇത് വാങ്ങിച്ച് സുവിശേഷ വേല ചെയ്യാൻ വയ്യായിരുന്നോ എന്നൊക്കെ നമ്മൾ ആളുകൾ ചോദിക്കും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കിട്ടിയ കാശ് നമ്മൾ എന്തിനാ കളയുന്നത്?
പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ നമ്മൾ ഒരു കാര്യം പോലും ചെയ്യാനായിട്ട് പാടില്ല. ഗഹസിയോട് എലീശ ചോദിക്കുന്ന ചോദ്യം, അതിനവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നില്ലയോ? എൻ്റെ ഹൃദയം. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നത് എൻ്റെ ഹൃദയം ഉരുകിപ്പോയെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് ഒരു ശിഷ്യൻ, ഗഹസി എന്ന് പറയുന്ന ശിഷ്യൻ ധനത്തിൻ്റെ പുറകെ പോയപ്പോഴത്തേക്ക് ഏലീശായുടെ മനസ്സുരുകിപ്പോയി. അങ്ങനെയാണെങ്കിൽ ദൈവദാസന്മാർ പണത്തിൻ്റെ പിന്നാലെ പോകുന്നത് കാണുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് എത്രമാത്രം ഉരുകിപ്പോകുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യം, ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ഒരു ശുശ്രൂഷ നിർവഹിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ധനത്തിൻ്റെയും പണത്തിൻ്റെയും തോട്ടം വാങ്ങിക്കാനും ദ്രവ്യം സമ്പാദിക്കാനുമായിട്ട് മനസ്സ് കൊടുത്തിരിക്കുന്ന, റിയൽ എസ്റ്റേറ്റ് ചെയ്തും അത് ചെയ്തും ഇത് ചെയ്തും കാശുണ്ടാക്കാനായിട്ട് നടക്കുന്ന, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അവർ ചെയ്തോട്ടെ. ഉപദേശി എന്തിനാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്? എന്ത് കാര്യം? ആരെ സഹായിക്കണം? സുവിശേഷ വേലയെ, കർത്താവിനെ സഹായിക്കാനോ? നിങ്ങൾ സഹായിച്ചൊന്നും കർത്താവിനെ സുവിശേഷ വേലയൊന്നും സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബ്രദറെ, അതിൻ്റെ ലാഭത്തിൽ നിന്നുള്ള ദശാംശത്തിൻ്റെ അംശം കൊടുത്ത് ഞാൻ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് അയച്ചു കൊടുത്തെന്നൊന്നും ആരും പറയണ്ട. ലാഭത്തിൻ്റെ ദശാംശത്തിൻ്റെ അംശമേ അതാ കൊടുക്കുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല. ലാഭത്തിൻ്റെ ദശാംശത്തിൻ്റെ അംശം കൊടുത്തേച്ച് ഞാൻ കർത്താവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് വീമ്പ് പറഞ്ഞതിനകത്ത് എന്താ അർത്ഥം? ഇതിനാണോ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്? അതേ ഉള്ളൂ ചോദ്യം. ഗഹസിയോട് എലീശ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? അതിനേക്കാൾ വലിയ ഒരു ശുശ്രൂഷ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ വിശുദ്ധനായ എലീശ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഹി വാസ് എ മാൻ വിത്ത് കമ്പാഷൻ. അവൻ വളരെ മനസ്സലിവുള്ള മനുഷ്യനായിരുന്നു. ഓരോരോ സംഭവങ്ങൾ എടുത്ത് ഞാൻ പറയുന്നില്ല. എരിഹോവിലെ ജനങ്ങൾ അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ, ഈ ദേശം ഗർഭനാശമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? ഉടനെ തന്നെ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുകയാണ്, അവരോട് മനസ്സലിവ് കാണിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ താഴെ വായിക്കുമ്പോഴത്തേക്ക് രാജാക്കന്മാർ, 3 രാജാക്കന്മാർ, ഞാൻ പറഞ്ഞല്ലോ 3 രാജാക്കന്മാർ ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നെ ഞാൻ നോക്കത്ത് പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും, അങ്ങനെയല്ല യജമാനനെ, ഈ 3 രാജാക്കന്മാരെ മോവാബ്യ രാജാവിൻ്റെ കയ്യിൽ ദൈവം യഹോവ ഏൽപ്പിച്ചിരിക്കുക, ഞങ്ങൾ ചത്തുപോകും, ഞങ്ങൾ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പം എലീശ എന്ത് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്? എലീശ അവരെ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട്. ആദ്യം ഒരു രാജാവെന്നുള്ള പദവിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, രാജാവെന്നുള്ള പദവിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറ്റത്തില്ല. പക്ഷേ കുനിഞ്ഞു ചെല്ലുകയാണെങ്കിൽ കയറ്റും. ഞങ്ങളുടെ വീട്ടിൽ ഒരു സംഘടനയുടെ പ്രസിഡന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നടന്ന ഒരു കാര്യമാണ്. ജെസി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം ഇന്ന സംഘടനയുടെ പ്രസിഡന്റാ വന്നിരിക്കുന്നത്. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പം വന്നത് ആ പേരിലൊന്നും അല്ല കേട്ടോ. പിന്നെ ജെസി പറഞ്ഞു, ആ പേരിൽ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കയറ്റത്തുമില്ല. സംഘടനയുടെ പ്രസിഡന്റൊക്കെ വേറെ എവിടെയെങ്കിലും, നമ്മുടെ വീട്ടിൽ കയറണമെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു വെച്ചാൽ കയറി വരാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിൽ ഒരു സംഘടനയുടെയും പ്രസിഡന്റ് കയറി ഇറങ്ങണ്ട. എൻ്റെ വീട്ടിൽ വ്യക്തികൾ കയറി ഇറങ്ങാൻ മതി. സംഘടനയുടെ പ്രസിഡന്റ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് തന്നെ എടുക്കാൻ? സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കും, പക്ഷേ എൻ്റെ വീട്ടിൽ വരുമ്പോൾ സംഘടനയുടെ പ്രസിഡന്റായിട്ട് ആരും കയറി വരികയൊന്നും വേണ്ട. എനിക്ക് അവരിൽ നിന്നൊന്നും നേടാനൊന്നുമില്ല. അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് ആ രീതിയിൽ ആരും എൻ്റെ അടുത്ത് വരുത്തുമില്ല. ഞാൻ അവർക്ക് ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അവർക്ക് ആ രീതിയിൽ എൻ്റെ വീട്ടിൽ വരാൻ ഞാനോട്ട് അനുവദിക്കത്തുമില്ല. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ സംഘടനയുടെ പുറകെ നടക്കുന്ന ആളല്ല. അതല്ല ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം. ഞാൻ ധനസമ്പാദനത്തിന് വേണ്ടി നടക്കുകയാണെങ്കിൽ ഞാൻ ദൈവത്തോട് കാണിക്കുന്ന അനീതിയാണ്. കാര്യം ദൈവം എന്നെ വിളിച്ചത് അതിനു വേണ്ടി അല്ല എന്ന് എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ കർത്താവിനെ കണ്ടപ്പോൾ എനിക്കുള്ള സമ്പത്തിൻ്റെ 30% എൻ്റെ കയ്യിലുള്ളൂ. ഇപ്പം എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഇതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ കിടന്ന് കഷ്ടപ്പെടാൻ പോകുന്നത്? എനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ്. എനിക്ക് വേറെ ആരും ആകണ്ട, വേറെ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണ്ട. ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കുമ്പോൾ, ഞാൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്കുണ്ടായിരുന്ന സമ്പത്തിൽ 1 രൂപയെങ്കിലും കുറഞ്ഞ് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. കാര്യം ഞാൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ പൈസയുമായിട്ട് മരിക്കരുത്, ആവശ്യത്തിൽ കുറഞ്ഞ് ജീവിക്കുന്നതാണ് ഞാൻ നന്നായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമേ ഉള്ളൂ. എനിക്ക് എത്രയാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നതിനകത്ത് എനിക്ക് ട്രാൻസ്പെറൻ്റായിട്ട് ജീവിച്ചാൽ മതി. കാര്യം ദൈവം എന്നെ അതിനല്ല വിളിച്ചത്.
ദൈവം എന്നെ വിളിച്ചത് എന്തിനാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ട് നാളെ ഒരു ആവശ്യം വന്നാലോ എന്ന് വെച്ചൊന്നും സൂക്ഷിച്ചു വെക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. കാര്യം ഇന്നത്തെ ദൈവമല്ലേ നാളെ ഉള്ളു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നാളെയുള്ള കാര്യം നാളെ നോക്കിക്കോളും. ഇന്നത്തേക്ക് ആവശ്യമുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. ഐ ലിവ് ഫോർ എ ഡേ ആൻഡ് ഗോഡ് പ്രൊവൈഡ്സ് എവ്രിതിങ് ദാറ്റ് ഈസ് നീഡഡ് ഫോർ ഈച്ച് ഡേ. ഓരോ ദിവസവും എന്ത് ആവശ്യമാണോ അത് കർത്താവ് തരും. അല്ലെ പിന്നെ എന്തോന്ന് ഫെയ്ത്ത്? അല്ലെ പിന്നെ എന്തോ ഈ പ്രസംഗിച്ച് നടക്കുന്നത്? അതുകൊണ്ട് ഇവിടെ എലീശ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിനക്കെന്താ നിന്റെ മനസ്സിലേക്ക് ഇതൊക്കെ കടന്നുകൂടാനായിട്ട് കാര്യം? നിനക്ക് എന്താണ് ഈ പദവികൾ അല്ലെങ്കിൽ ഈ പണം, ഈ കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ കടന്നുകൂടാനായിട്ട് കാര്യം? ഇതാകുന്നുവോ അതിനുള്ള സമയം? നീ നയമാനിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ, നയമാനിൽ നിന്ന് പണം മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കുഷ്ഠം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പലപ്പോഴും ഉണ്ടല്ലോ, നയമാൻ്റെ കയ്യിലെ പൈസ വാങ്ങിച്ചാൽ നയമാൻ യോർദാൻ നദി കളഞ്ഞേച്ച് പോകുന്നത് നിന്റെ ദേഹത്ത് കയറി പിടിച്ചെങ്കിലേ ഉള്ളൂ. ധനത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ മിക്കവരും ധനം നിങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ആത്മീയ കുഷ്ഠം, നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യമൊന്നുമല്ല, ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷേ എന്താണ് സെൻസിറ്റിവിറ്റി കുഷ്ഠത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? കുഷ്ഠത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ്. തൊട്ടാലും പിടിച്ചാലും ഒന്നും അറിയത്തില്ല. പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം അതാണ്. ഒരു ആത്മീയ കുഷ്ഠം പിടിക്കുക. പിന്നെ ആത്മീയത സ്പർശിച്ചാലൊന്നും ഇവൻ മനസ്സിലാക്കത്തില്ല. അവൻ കുഷ്ഠം പിടിച്ചിരിക്കുകയാണ്. അവൻ ഈ നിങ്ങൾ നോക്കിക്കോ, ഈ പണത്തിൻ്റെ പുറകെ പോയിട്ടുള്ള ആരുടെ അടുത്ത് നിങ്ങൾ ഇടപെട്ട് നോക്കിക്കോ, പണം മാത്രമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഈ കുഷ്ഠം കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട, ആത്മീയത സ്പർശിക്കാത്ത, അത് ജീവിപ്പിക്കാത്ത, കർത്താവിൻ്റെ വാക്കുകളാൽ ജീവൻ ലഭിക്കാത്ത ഒരു ആത്മീയ കുഷ്ഠത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇവരൊക്കെ വീണുപോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് എലീശ എത്ര മനസ്സലിവുള്ള മനുഷ്യനായിരുന്നു. നമ്മൾ കാണുന്നത് എലീശ തൻ്റെ ശിഷ്യൻ്റെ വിധവയോട് മനസ്സലിവ് കാണിച്ചിട്ട് ഇല്ലേ, ഒരിക്കലും പറഞ്ഞില്ല അത് നിൻ്റെ കാര്യം, ഞാൻ അവന് കൊടുക്കാനുള്ളതൊക്കെ എല്ലാ മാസവും ഞാൻ അവൻ്റെ സപ്പോർട്ടെല്ലാം കൊടുത്തുകൊണ്ടിരുന്നതാണ് അല്ലേ. നമ്മളൊക്കെയാണ് എന്താ പറയുന്നത്, അവൻ എല്ലാ മാസവും സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണല്ലോ, പിന്നെ നിനക്ക് കടം എങ്ങനെ ഉണ്ടായത്? അങ്ങനെ കടം ഉണ്ടായാൽ നീ തീർത്തോണം എന്നൊന്നും പറയുന്നില്ല. അവരുടെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും സ്ഥാനത്ത് സപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല. എന്താണ് പറയുന്നത്? ശരി, നിന്റെ പ്രശ്നം എന്താണ്, അത് പരിഹരിക്കാനായിട്ട് അവളോട് മനസ്സലിവ് കാണിക്കുകയാണ്. ശൂന്യംകാരത്തി അവന് വേണ്ടി വീട് പണിത് കൊടുത്തപ്പോഴത്തേക്ക് ശൂന്യംകാരത്തിയോട് അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ശിഷ്യനെ വിട്ട് ചോദിപ്പിക്കുന്ന ചോദ്യമുണ്ട്. അവളോട് ചോദിക്കുക, എന്താണ് അവൾക്ക് ആഗ്രഹമുള്ളത്? രാജാവിനോടോ സേനാധിപതിയോടോ പറഞ്ഞ് എന്തെങ്കിലും കാര്യം അവൾക്ക് സാധിക്കേണ്ടതുണ്ടോ? ഞാൻ വരണ്ടു പോയി വാക്യം വായിച്ചപ്പോൾ. എന്താണെന്നറിയാമോ? രാജാവിനോടും സേനാധിപതിയോടും എലീശ എന്ത് കാര്യം പറഞ്ഞാലും അവരത് ചെയ്യും. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാ അവൻ്റെ ശിഷ്യന്മാര് താമസിക്കാൻ വീടില്ലാതെ കഷ്ടപ്പെട്ടത്. ഗതികേട് കൊണ്ടല്ല. നമ്മുടെയൊക്കെ ചിന്ത ലളിതമായി ജീവിക്കുന്നവൻ ഗതികേട് കൊണ്ട് ജീവിക്കുകയാണെന്ന്. അല്ല, അവൻ്റെ ഇൻഫ്ലുവൻസ് ഒരിക്കലും അവന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അവൻ്റെ ശിഷ്യൻ കടക്കാരനായി മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ മരിച്ച വ്യക്തിയുടെ വിധവയ്ക്ക് ഒരു ലെറ്റർ കൊടുത്ത് സൈന്യാധിപൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നില്ല, രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നില്ല. പക്ഷേ പുറത്തുള്ള ഒരാൾക്ക് വേണ്ടി അത് ചെയ്യാൻ അവൻ തയ്യാറാകുന്നുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത. ഒരു യേശു കർത്താവിൻ്റെ കാര്യം തന്നെ ആലോചിച്ചു. യേശു കർത്താവ് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവന് വേണ്ടി അവൻ ഒരിക്കലും ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണ് അവൻ. പക്ഷെ അവന് വിശന്നപ്പോൾ 2 സ്ഥലങ്ങളിലെങ്കിലും അവന് വിശന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രലോഭനങ്ങളുടെ സമയത്ത് അവന് വിശന്നു. കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് സാത്താൻ അവനോട് ആലോചന പറഞ്ഞു. അവൻ ഭക്ഷണം കഴിച്ചില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു അത്തിപ്പഴമെങ്കിലും കൊതിക്കുകയാണ്. അവൻ കൽപ്പിച്ചാൽ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തു നിന്നും അത്തിപ്പഴം വന്നവൻ്റെ വായി വന്ന് വീഴും. പക്ഷെ അവന് വേണ്ടി ഒരിക്കലും ഒരു അത്ഭുതം ചെയ്തില്ല. പ്രിയമുള്ളവരെ, യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. എലീശ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. അതാണ് അവൻ വിശുദ്ധനാകാൻ കാര്യം. ഒരു യഥാർത്ഥ ദൈവഭക്തൻ അവന് വേണ്ടിയല്ല ജീവിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണമാണ് നോക്കേണ്ടത്. വി നീഡ് ടു ലിവ് ഫോർ അതേഴ്സ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലുക്ക് അറ്റ് ദ ക്രോസ്. വാട്ട് ഡു യു സീ അറ്റ് ദ ക്രോസ്? നിങ്ങൾ ക്രൂശിൽ എന്താണ് കാണുന്നത്? ക്രൂശിൽ നിങ്ങൾ കാണുന്ന ആ രൂപത്തെ ഒന്ന് നോക്കിക്കേ. ലുക്ക് അറ്റ് ജീസസ്. യു സീ എ മാൻ ഹു ലിവ്ഡ് ഫോർ അതേഴ്സ്,
എ മാൻ ഹു ഈസ് ഡൈയിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരു വ്യക്തി. ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തന്റെ ജീവിതം അങ്ങനെയായിരിക്കും. ഹി ഈസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ് ആൻഡ് ഹി ഈസ് ഈവൻ ഡൈയിങ് ഫോർ അതേഴ്സ്. അവന് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. എലീശ അവന് വേണ്ടി തന്നെയല്ല ജീവിച്ചു. അവൻ ഒരു ഇൻഫ്ലുവൻസും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. ശൂനേംകാരത്തിയുടെ മകൻ മരിച്ച സമയത്ത് അവൻ കമ്പാഷനറ്റ് ആയിട്ട് അവൻ്റെ ശിഷ്യനെ പറഞ്ഞു വിടാൻ പരിശ്രമിച്ചു. അവൾ പോയില്ല. എന്നിട്ട് അവൻ തന്നെ ചെന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ആ കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് അവൻ കയറി അവൻ്റെ മൂക്ക് ഈ കുഞ്ഞിൻ്റെ മൂക്കിലും അവൻ്റെ കാലിൻ്റെ പെരുവിരൽ ആ കുഞ്ഞിൻ്റെ കാലിൻ്റെ പെരുവിരലിനോടും യോജിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഹി വാസ് ബിക്കമിങ് എ ചൈൽഡ്. എന്നാലേ പറ്റുള്ളൂ. എലീശായും ആ കുഞ്ഞുമായിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട് ലെങ്ത്തിലെന്ന് ആലോചിച്ച് നോക്കണം. അവൻ ചെറുതാവുകയാണ്, ഇല്ലേ? ചെറുതാകാനുള്ള ഒരു മനസ്സ് അവനുണ്ടായിരുന്നത്. ഗിൽഗാലിലാണെങ്കിലും കലത്തിൽ മരണം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അവിടെയും ഹി വാസ് കമ്പാഷനറ്റ്. അവൻ ജനങ്ങൾക്ക് സമീപസ്ഥനായ വ്യക്തിയായിരുന്നു. എരിഹോവിലെ ജനങ്ങൾക്ക് അവൻ്റെ അടുത്ത് വന്ന് പറയാമായിരുന്നു, ഞങ്ങളുടെ യജമാനനെ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്നറിയാമോ? ഇച്ചിരി നല്ല ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അവരുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഒരു വലിയ മതിൽക്കെട്ട് പോലെയാണ് അവർ പലപ്പോഴും. വലിയ സെലിബ്രിറ്റീസിനെ പോലെയാണ് അവരുടെ ജീവിതമൊക്കെ. പിന്നെ അവർക്ക് അവരുടെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല. വലിയ സെലിബ്രിറ്റീസൊക്കെ ജീവിക്കുന്നത് പോലെയാണ് നമ്മുടെ സുവിശേഷ പ്രസംഗകരും പലപ്പോഴും ജീവിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ എലീശയുടെ കാര്യം അങ്ങനെയല്ല. ജനങ്ങൾക്ക് അവൻ്റെ അടുത്ത് ചെല്ലാമായിരുന്നു. എരിഹോവിലെ ജനങ്ങൾ അവൻ്റെ അടുത്ത് ചെന്നു. പ്രവാചക ശിഷ്യന്റെ ഭാര്യ അവൾക്കുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അപ്പോയിൻമെന്റ് ഒന്നും വാങ്ങിച്ചില്ല. കയറി ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു, നീ അവൻ യഹോവത്തിനായിരുന്നു, നീ അറിയുന്നുവല്ലോ. ഷീ ഹാഡ് ആക്സസ് എന്ന് തന്നെയല്ല, അവന് എപ്പോഴും 5 സ്റ്റാർ ഹോട്ടലൊന്നും പോയി താമസിക്കൊന്നുമില്ലായിരുന്നു. വീടുകളിൽ അവൻ ഭക്ഷണം കഴിച്ചു. ശൂനേംകാരത്തിൻ്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. ഹി വാസ് ലിവിങ് എ കോമൺ ലൈഫ്. ഒരു ശിഷ്യന്മാർക്ക് വീട് പണിയാൻ തടി ശേഖരിക്കാനായിട്ട് അവർ പോയപ്പോഴത്തേക്ക് നീയും പോരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ നിങ്ങളുടെ പണി, എൻ്റെ പണിയൊന്നുമല്ല, ഞാൻ എലീഷ മിനിസ്ട്രീസിൻ്റെ പ്രസിഡന്റാണെന്ന് നിനക്കൊക്കെ അറിയത്തില്ലയോ എന്നൊന്നും ചോദിച്ചൊന്നുമില്ല. എൻ്റെ കൂട്ടത്തിൽ പോവുകയാണ്. ഹി വാസ് ലിവിങ് വിത്ത് ദാറ്റ് മാൻ. അതാണ് നമ്മൾ ശരിക്കും എലീശയിൽ നിന്ന് മനസ്സിലാക്കേണ്ട അടുത്ത പാഠം. ഒടുവിലായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് അരാം സൈന്യം അവൻ്റെ നേരെ പാളയമിറങ്ങിയാണ്. എലീശായെ പിടിച്ചുകൊണ്ട് പോരാ കണ്ട അരാം സൈന്യം വന്നു. എലീശായുടെ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് അരാമ്യ സൈന്യത്തെ കണ്ടപ്പോഴത്തേക്ക്, രാവിലെ ഒരു പക്ഷേ എലീശ ഉറങ്ങുകയായിരിക്കും, ഒരു പക്ഷേ രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പ്രായമായ മനുഷ്യനാണ്. നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എലീശയുടെ ശിഷ്യൻ ഒരു പക്ഷേ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പുറത്തിറങ്ങി പാത്രമൊക്കെ സോസ്പാനുമായിട്ടൊക്കെ ഇറങ്ങിയ കൂട്ടത്തിലാണ്. നേരെ നോക്കിയപ്പോഴത്തേക്ക് അരാമ്യ സൈന്യം മുഴുവൻ നിൽക്കുകയാണ്. ഇത് കണ്ട എൻ്റെ ചിന്ത, ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ പാത്രം താഴെ പോയി കാണും. അവൻ ഓടിച്ചെന്ന് എലീശയുടെ അടുത്ത് എന്ന് പറഞ്ഞു, യജമാനനെ എണീക്ക്. എലീശ പതിയെ കണ്ണുമൊക്കെ തുറന്നു നോക്കി. എന്താ പറ്റിയടാ? ഇനി എന്തോ പറ്റാനാ, നമ്മൾ പെട്ടു. എന്ത് പറ്റിയെന്നാ? നോക്ക്, അരാമ്യ സൈന്യം. എലീശ കണ്ണൊക്കെ തിരുമ്പി നോക്കുമ്പോൾ അരാമ്യ സൈന്യം നിൽപ്പുണ്ട്. എലീശ ചോദിക്കുന്ന ചോദ്യം, ഇതിനാണോടാ എന്നെ രാവിലെ വിളിച്ചെണീപ്പിച്ചത്? ഈ ചെറിയ കാര്യത്തിലാണോ എന്നെ വെറുതെ വിളിച്ചെണീപ്പിച്ചത്? എടാ, നമ്മളോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികമാണ്. അപ്പൊ ഇവനിങ്ങനെ വരുന്നു നോക്കുക, നമ്മളോട് കൂടെ ഉള്ളവരോ, നമ്മൾ രണ്ടുപേരല്ല ഉള്ളു ഇവിടെ, വേറെ ആരും അവൻ നോക്കുമ്പോൾ കാണുന്നില്ല. ഉടനെ എലീശ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ മടുത്തു. അരാമ്യ സൈന്യത്തെ എന്തെങ്കിലും ചെയ്യാം, പക്ഷേ ഈ കണ്ണ് കാണാൻ വയ്യാത്ത, ആത്മീക കണ്ണ് തുറക്കാത്ത ഈ ശിഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, അരാമ്യ സൈന്യത്തെക്കാൾ കഷ്ടമാണ് ആത്മീക കണ്ണ് തുറക്കാത്ത ഒരു ശിഷ്യൻ. എലീശ ആദ്യം പ്രാർത്ഥിക്കുന്നത് അരാമ്യ സൈന്യത്തിന്റെ കാര്യമല്ല, ഇവന്റെ കണ്ണൊന്ന് തുറക്കണമെന്ന. കണ്ണ് തുറന്നപ്പോൾ അഗ്നിമയ രഥങ്ങളുമായി അവന്റെ ചുറ്റും വലിയ സ്വർഗീയ സേന അണിനിരത്തിരിക്കുന്നവൻ കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമായി. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പ്രിയമുള്ളവരെ, ഈ സൈന്യം എപ്പോഴാണ് വന്നത് ഇവിടെ? നിങ്ങൾ ചിന്തിക്കുന്നു, അരാമ്യ സൈന്യമാണോ ഈ സൈന്യമാണോ ആദ്യം വന്നത്? ഈ സൈന്യം എപ്പോഴും അവിടെ ഉണ്ട്. വന്നതെന്ന് പറയണ്ട, ഏലീശയുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇവരെ കണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഏലീശ പോയി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഏലീശയ്ക്ക് പേടിയില്ലാത്തത്. പക്ഷെ ഇത് കണ്ടിട്ടില്ലാത്ത ഏലീശയുടെ ശിഷ്യൻ പേടിക്കും. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം, ഈ സൈന്യം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അയച്ചത്? ഏലീശായെ സംരക്ഷിക്കാനാണ് നമ്മൾ പെട്ടെന്ന് പറയും, പക്ഷെ അത് തന്നെയല്ല. ഈ ശിഷ്യനെ കൂടെ സംരക്ഷിക്കാനാ ദൈവം ഈ സൈന്യത്തെ അയച്ചത്. ഇവനിത് മനസ്സിലായില്ലെന്നുള്ളതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടില്ലെന്നും വെച്ച് നമുക്ക് ചുറ്റും സൈന്യമില്ലാതെ വരത്തില്ല. അത് കണ്ടാൽ നമുക്കൊരു ആശ്വാസമാകുമെന്നുള്ളതേ ഉള്ളൂ.
നിങ്ങൾ പ്രാർത്ഥിച്ച് വലിയ വിജയമെടുത്തില്ലെങ്കിലും അതിൻ്റെ പേരിലൊന്നും ദൈവം നിങ്ങളെ ശിക്ഷിക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തപ്പോഴും നിങ്ങളുടെ ചുറ്റും എന്നുണ്ട് ദൈവത്തിൻ്റെ സൈന്യം ഉണ്ട്. ദൈവം പലപ്പോഴും വിശ്വാസത്തിൻ്റെ വീരന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം, അല്ലാതെ വിശ്വാസത്തിൽ വീരന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ എന്തിനാണ് സരേഫാത്തിലെ ഏലിയാവിനെ പറഞ്ഞു വിട്ടതെന്ന്. നമ്മളോട് ഏലിയാവിനെ പോറ്റാനാണെന്ന്. എൻ്റെ ചിന്ത അതല്ല. ഏലിയാവിനെ ദൈവത്തിന് എവിടെ വെച്ച് വേണമെങ്കിലും പോറ്റാം. പക്ഷേ ഏലിയാവ് ചെന്നില്ലായിരുന്നെങ്കിൽ ആ പാവം പിടിച്ച വിധവ ചത്തുപോയിരിക്കും. അപ്പോൾ ഈ സരഫാത്തിലേക്ക് പറഞ്ഞു വിട്ടത് ഏലിയാവിനെ പോറ്റാനല്ല, വിധവയെ പോറ്റാനാ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വിശ്വാസത്തിൽ വീരനായ ഏലിയാവിനെ ദൈവത്തിന് എവിടെ വെച്ച് വേണമെങ്കിലും പോറ്റാം. പക്ഷേ വിശ്വാസത്തിൽ ബലഹീനയായ ഒരു സാധാരണ സ്ത്രീയെ, അവരെയും ദൈവം പരിപാലിക്കുവാൻ ആഗ്രഹിക്കുന്നെന്നും ഇഷ്ടപ്പെടുന്നെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ വീരന്മാരായതുകൊണ്ട് മാത്രമൊന്നുമല്ല ദൈവം നമ്മളെ സൂക്ഷിച്ചത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലഹീനതയുടെ സ്ഥാനത്തും. അതുകൊണ്ടാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ചാപ്റ്റർ 2 വേഴ്സ് 11, നമ്മൾ അവിശ്വസ്തരായി പാർത്തപ്പോഴും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഈവൻ വെൻ വി വെർ അൺഫെയ്ത്ത്ഫുൾ ഹി വാസ് ഫെയ്ത്ത്ഫുൾ. യു നോ വൈ? ഹി കനോട്ട് ഡിനൈ ഹിംസെൽഫ്. അവനവൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, സൈന്യം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും പേടി മാറണമെങ്കിൽ ഇതൊന്ന് കണ്ടേലേ പറ്റുള്ളൂ. അതുകൊണ്ട് റിയാലിറ്റി, ഞാൻ ചിലപ്പോൾ പറയും, റിയാലിറ്റി ആൻഡ് ഫീലിംഗ് ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. ഫീലിങ്ങും റിയാലിറ്റിയും രണ്ടും രണ്ടാണ്. നിങ്ങളുടെ റിയാലിറ്റി നിങ്ങളുടെ ഫീലിംഗ് അല്ല നിങ്ങളുടെ റിയാലിറ്റി. വി ഫീൽ ഗാഡ് ഈസ് എവേ. ദൈവം അടുത്തൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, ദൈവം സഹായിക്കുന്നില്ലേ, ദൈവം വരത്തില്ലേ, ദൈവം ദൂരെയാണോ. പക്ഷേ റിയാലിറ്റി അതല്ല, ദൈവം അടുത്ത് തന്നെയുണ്ട്. ഫീലിങ്ങും റിയാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കത് ഫീൽ ചെയ്തില്ലെങ്കിലും റിയാലിറ്റി എന്താണ്? ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. എന്നാൽ പേടി മാറണമെങ്കിൽ റിയാലിറ്റി ഫീൽ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പേടി മാറണമെങ്കിൽ ഈ യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യം നമ്മളൊന്ന് അനുഭവിച്ചാലേ പറ്റുള്ളൂ. വെൻ യു റിയലൈസ് റിയാലിറ്റി, യു നീഡ് ടു റിയലൈസ് ദ റിയാലിറ്റി. നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണോ, ദൈവിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഭീതി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സൈന്യം വന്നപ്പോൾ ഭീതിയില്ലാതെ ഇടപെടുന്നവനായ എലീശ. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് ഇവൻ നേരെ രാജധാനിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാജാവ് ചോദിക്കുന്നു, വെട്ടിക്കളയട്ടെ യജമാനനെ, വെട്ടിക്കളയട്ടെ. നമുക്കൊരു പ്രശ്നമുണ്ടല്ലോ, നമുക്കെല്ലാം ഇതാണ്, ശത്രു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നാ? വെട്ടിക്കളയണം, ഇല്ലേ? പക്ഷേ വെട്ടിക്കളയാനല്ല എലീശ പറയുന്നത്, അവർക്ക് പെട്ടെന്നൊരു വിരുന്നൊരുക്കി കൊടുക്കാനാണ് എലീശ പറയുന്നത്. അവൻ മാന്യനായ വ്യക്തിയാണ്, മാന്യനായ വ്യക്തിയാണ്. എലീശയുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ എലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോറേബിലായിരുന്ന സമയത്ത് അവനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നീ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, എലീശയെ നിനക്ക് പകരം അടുത്ത വ്യക്തിയായിട്ട് പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ഏലിയാവിനെ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണ് ഈ 3 കാര്യങ്ങൾ. പക്ഷേ ഏലിയാവ് ഇതിനകത്ത് ഒരു കാര്യമേ ചെയ്തുള്ളൂ. എന്താ ചെയ്തുള്ളൂ? എലീശയെ അഭിഷേകം ചെയ്തു. ഹസായേലിനെയും യേഹുവിനെയും അഭിഷേകം ചെയ്യുന്നത് ഏലിയാവല്ല, എലീശയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന, അനന്തരം എലീശ ദമ്മേശേക്കിൽ ചെന്നു, അവിടെ അരാം രാജാവ് ബെൻഹദദ് ദീനം പിടിച്ചിറക്കിയായിരുന്നു. നിങ്ങൾക്ക് ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ 13-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അറിയാം, അവൻ എന്ത് ചെയ്യാണ്? അവിടെ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ അടുത്ത് വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം കൊണ്ടുചെന്ന ഗിലെയാദിലെ രാമോത്തിലേക്ക് പോവുക,
അവിടെ താഴെ കാണുന്നത് 3-ാമത്തെ വാക്യത്തിൽ, പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിലൊഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നോക്കുക, തൻ്റെ യജമാനൻ ബാക്കി വെച്ച ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? എലീശ. നമ്മളാണെ പറയും അത് അങ്ങേരോട് ദൈവം പറഞ്ഞതല്ലേ, അത് അങ്ങേര് ചെയ്തില്ലെങ്കിൽ അത് അങ്ങേരുടെ കുഴപ്പം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ദൈവത്തിന് ചെയ്യാനുള്ളതാണെന്നുള്ളതാണ് പ്രധാനം. ദൈവം അത് ആരോട് പറഞ്ഞു എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ ശുശ്രൂഷ അത് പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആര് തന്നെ ചെയ്യും. ഞാൻ ചെയ്യും. കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യം, ഒരുപക്ഷെ എൻ്റെ യജമാനന് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന കാര്യം, അത് ഞാൻ നിർവഹിക്കും. അതൊരു വലിയൊരു ഡിസിപ്ലിനാണ്. ഇറ്റ്സ് എ ബിഗ് ഡിസിപ്ലിൻ. അത് വലിയ കാര്യം. അവൻ്റെ മനസ്സിൽ അവൻ്റെ സിംഹാസനമില്ല. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കെല്ലാം ഉള്ള പ്രശ്നം, എൻ്റെ സംഘടനയുടെ സാമ്രാജ്യം പണിയാനാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത്. അല്ല, ദൈവരാജ്യം പണിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന്. പക്ഷെ ഇവിടെ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സാമ്രാജ്യം പണിയോ നമ്മുടെ സിംഹാസനം ഉണ്ടാക്കുകയല്ല. നമ്മളെപ്പോഴും ആത്യന്തികമായി എന്ത് പണിയാനാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ദൈവരാജ്യം പണിയാൻ വേണ്ടിയാണ്. ദൈവരാജ്യം. അതിനകത്ത് IPCയും ഇല്ല, അതിനകത്ത് ഷാരോനുമില്ല, അതിനകത്ത് ചർച്ച് ഓഫ് ഗോഡും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ദൈവരാജ്യം. ദൈവരാജ്യം മാത്രമായിരിക്കണം എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ സംഘടനയായിരിക്കരുത് എൻ്റെ മനസ്സിലുള്ളത്. സൗകര്യത്തിന് വേണ്ടി സംഘടനകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ, അതൊന്നും നല്ലതല്ലെങ്കിലും എനിക്കതിനകത്ത് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഉയർന്നു നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. കർത്താവിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ എലീശ മരിച്ചു. എലീശായും മരിക്കും. ഇത്രയും കാര്യങ്ങൾ വിശുദ്ധനായി ജീവിച്ച എലീശായും എന്ത് ചെയ്തു? മരിച്ചു. എലീശായും മരിക്കും. എന്നാൽ മരണത്തിന് ശേഷം അതിൻ്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേഴ്സ് 21 എന്നാൽ എലീശ മരിച്ചു, വേഴ്സ് 20, അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബിയരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശാവിൻ്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച കാലം എഴുന്നേറ്റു. യു സി, മരിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ ഇൻഫ്ലുവൻസ് മാറുന്നില്ല. മരിച്ചു കഴിഞ്ഞാലാണ് ഇൻഫ്ലുവൻസ് മാറരുതാത്തത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യം, പക്ഷെ മരിച്ചാലും മാറാത്ത ഒരു കാര്യമാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, വല്ലതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലെ, വല്ലതും കർത്താവിന് വേണ്ടി വല്ലതൊക്കെ പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹം. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് നീഡഡ്. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലെ പ്രവർത്തിക്കണം. പക്ഷെ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, പ്രവർത്തനത്തെക്കാൾ വലിയൊരു കാര്യമുണ്ട്, നിനക്കറിയാമോ അത്? അപ്പം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ എന്ത് കാര്യം? കർത്താവ് പറഞ്ഞു, അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിന്റെ കപ്പാസിറ്റിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതല്ല. നീ മരിച്ചാലും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം കൂടുതൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഡേവിഡ് ലിവിങ്സ്റ്റൺ താമസിച്ച സ്ഥലങ്ങളിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ആ പല സ്ഥലങ്ങളും ഞാൻ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആഫ്രിക്കയിൽ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ജീവിച്ചിരുന്ന കാലയളവിൽ അദ്ദേഹത്തിന് അധികം ആളുകളെ ഒന്നും കർത്താവിന് വേണ്ടി നേടാനൊന്നും പറ്റിയില്ല. ആകെ ഒരുത്തം വന്നെങ്കിലും പാർട്ടിക്ക് തിരുവത്താഴം ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു അറിയപ്പെടുന്ന സുവിശേഷകനോ ഡേവിഡ് ലിവിങ്സ്റ്റൺ മുഖേന അനേക സഭകൾ സ്ഥാപിതമാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആഫ്രിക്കയിൽ. അത് ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ചു. വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശവശരീരം അടക്കി. ആ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശവക്കല്ലറ കാണാൻ പോയ പല ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് ആഫ്രിക്കയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡേവിഡ് ലിവിങ്സ്റ്റനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടവരായി ആഫ്രിക്കയിൽ ചെന്നവർ 10,000-കണക്കിന് ആളുകളെ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് അധികം ആളുകളെ, ആത്മാക്കളെ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഡേവിഡ് ലിവിങ്സ്റ്റന്റെ മരണശേഷം 10,000 കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള
അല്ലെങ്കിൽ ശുശ്രൂഷകരെ അയക്കേണ്ടതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കവണ്ണം ആർക്ക് പറ്റി? ഡേവിഡ് ലിവിങ്സ്റ്റണ് പറ്റി. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിനും അപ്പുറത്താണ് നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പ്രവർത്തനം കൊണ്ടല്ല, നമ്മുടെ ലൈഫ് കൊണ്ടാണ്, നമ്മുടെ ജീവിതം കൊണ്ടാണ്. എങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നു? ഒരാളുടെ പ്രവർത്തനം കൊണ്ട് ആരും ഇൻഫ്ലുവൻസ്ഡ് ആകത്തില്ല. ഒരാളുടെ വ്യക്തിയുടെ ജീവിതമാണ്. എനിക്ക് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എൻ്റെ ലൈഫ് കൊണ്ട് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എൻ്റെ വിശുദ്ധി കൊണ്ട് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എലീശായുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതായ അവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ഈ കാലയളവിൽ നമ്മൾ അസാമാന്യമായ നിലയിൽ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വലിയ എംഫസിസ് പവറാണ്. എല്ലായിടത്തും ചാട്ടവും പവർ 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 പവർ. എവിടെ പോയാലും ഫെസ്റ്റിവൽ ഓഫ് പവർ. പക്ഷേ നിങ്ങൾ അടുത്ത സമയത്തെങ്ങാനും ഒരു നോട്ടീസ് കണ്ടോ? ഫെസ്റ്റിവൽ ഓഫ് ഹോളിനെസ് എന്ന്, വിശുദ്ധിയുടെ ഉത്സവം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ സഭയ്ക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പവറല്ല, നമ്മുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹോളിനെസ് ആണ്. വിശുദ്ധി ഉണ്ടെങ്കിൽ ശക്തി ഉണ്ടാകും. വിശുദ്ധിയില്ലാത്ത ശക്തി ഭയങ്കര അപകടമാണ്. ഇന്നെല്ലാവരും ശക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, വിശുദ്ധിയില്ല. അത് വലിയ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എലീശായുടെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയാകുന്നത്. അവനെക്കുറിച്ച് ശൂന്യക്കാരത്തി പറയുന്നു, ഇവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. കേൾക്കാൻ നല്ല സുഖമാണ്. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ, വിശുദ്ധയായ ഒരു ദൈവ വനിത എന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എലീശായുടെ ജീവിതം അസാമാന്യമായ ഡിസിപ്ലിനുള്ള ഒരു ജീവിതമായിരുന്നു. അവൻ്റെ ചെറിയ പ്രായം മുതൽ അവൻ ഭക്തനായിട്ട് ജീവിച്ചു. അവൻ മോഹങ്ങൾക്ക് അതീതനായിട്ട് ജീവിച്ചു. അവൻ്റെ സമ്പത്ത്, അവന് സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ സമ്പത്ത് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല. അവൻ ലേസി ഫെലോ അല്ലായിരുന്നു. അവൻ്റെ പാടത്ത് അധ്വാനിക്കുമ്പോഴാണ് ദൈവം അവനെ വിളിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു ലേസി ജീവിതമാണെങ്കിൽ ദൈവത്തിന് നമ്മളെ വിളിക്കാൻ കഴിയത്തില്ല. തന്നെയല്ല, ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ അവൻ കാളയും കലപ്പയും വസ്തുവും അപ്പനും അമ്മയും എല്ലാം മറന്നു. പിന്നീട് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പോകാൻ തയ്യാറായി. മടങ്ങി വരത്തില്ല എന്ന് സമൂഹത്തോട് പറയേണ്ടതിന് അവൻ്റെ കാളകളെ അറുത്ത് ഒരു വലിയ മിഷനറി ഫീസ്റ്റ് ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്നിട്ടാണ് അവൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. കാരണം എൻ്റെ ഈ പണി എനിക്കിനി വേണ്ട, കാര്യം ഇതിനേക്കാൾ വലിയൊരു പണി എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളോട് അവൻ പറയുകയാണ്. ഒരു വലിയ മിഷനറി ഫീസ്റ്റ്. മടങ്ങി വരത്തില്ല എന്നവൻ ഉറപ്പ് പറയുകയാണ്. അവൻ എലീശായുടെ കീഴിലുള്ള അസാമാന്യമായ ട്രെയിനിങ് ഒരിക്കലും അവൻ വിട്ടുകളഞ്ഞില്ല. ഒരുപക്ഷെ ആർക്കും വിട്ടുകളയാൻ സാധ്യതയുള്ളതായ ഒരനുഭവമായിരുന്നു. എലീശായെ പോലൊരു വ്യക്തി അല്ലാതെ ആരും ഏലിയാവിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഏലീശായുടെ ശിഷ്യൻ ആരാണ് നമുക്കറിയാം? ഗേഹസി. ഗേഹസി എങ്ങാനും ഏലിയാവിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് നിൽക്കത്തില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഏലിയാവിൻ്റെ എല്ലാ റഫ് ആൻഡ് ടഫ് ലൈഫിലും അവൻ കൂടെ നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ എലീശ പണിയപ്പെടുകയാണ്. അവൻ പെർസിസ്റ്റ് ചെയ്തു. അവൻ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, സംഘടനയുടെ പ്രസിഡന്റ് ആകാനല്ല. അവൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക്. എന്ത്? ഏലിയാവിൻ്റെ തലമുറയിൽ ഏലിയാവ് ദൈവത്തെ പ്രതിനിധീകരിച്ചുവെങ്കിൽ എൻ്റെ തലമുറയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ഞാനായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ തീരുമാനം അതാണ്. എൻ്റെ തലമുറയിൽ, എൻ്റെ നാട്ടിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ഞാനായിരിക്കും. അത് വെറുതെ പറ്റുന്ന കാര്യമല്ല. ഇഫ് യു സീ ആൻ ഓപ്പൺ ഹെവൻ, ഹോൾഡ് ഇറ്റ്. നീ ഒരു തുറന്ന സ്വർഗം കാണുന്നെങ്കിൽ അതിനെ പിടിച്ചോ. അങ്ങനെ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ദൈവത്തിൻ്റെ പ്രതിനിധിയുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ദൈവം എല്ലാവരെയും ഇത് പിടിച്ചേൽപ്പിക്കത്തില്ല. അവൻ്റെ പേര് കളയുന്ന ഒരാളെ ഇത് ഏൽപ്പിക്കാൻ അവന് മനസ്സില്ല. അതുകൊണ്ട് ഇന്ന് ഒരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലിരിക്കുവാൻ മനസ്സുള്ളവരാണെങ്കിൽ ദൈവം തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു പദവിയെ നൽകും. പക്ഷേ അത് ഭയങ്കര ജാഗ്രതയോടെ നോക്കിയിരിക്കേണ്ട കാര്യമാണ്. ലോകത്തിൻ്റെ പണത്തിൻ്റെ കിലുക്കം കേൾക്കുന്നവൻ വസ്ത്രത്തിൻ്റെയും ഫാഷൻ്റെയും പണത്തിൻ്റെയും പദവികളുടെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ അതിലേക്കൊക്കെ കണ്ണുകൾ പോകുന്നവന് തുറന്ന സ്വർഗത്തിന് വേണ്ടി കണ്ണുകൾ തുറന്നിരിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തുറന്ന സ്വർഗത്തിൽ നിന്ന് കണ്ണു പറിക്കാത്ത ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന എലീശ, അവൻ ചെയ്യുന്ന ശുശ്രൂഷകൾ, അവൻ സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു, അവൻ ന്യായവിധിയുടെ ശുശ്രൂഷകൾ ചെയ്യുന്നു. പക്ഷെ അവൻ ജനങ്ങൾക്ക്
അടുത്തുള്ളവനായിരുന്നു, ജാട കാണിക്കുന്നവനല്ല. പണം അവനെ ബാധിച്ചിട്ടില്ല, ധനം അവൻ സമ്പാദിച്ചിട്ടില്ല. ഹി വാസ് ലിവിങ് എ സിമ്പിൾ ലൈഫ്. അവൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ പണത്തിന് വേണ്ടി കൈനീട്ടിയില്ല. പണം അവൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തിട്ടും അത് ദൈവനാമത്തിന് അപമാനമാകുമെന്ന് ചിന്തിച്ച് അവനത് ഏറ്റെടുത്തില്ല. പണത്തിൻ്റെ പിന്നാലെ പോകുന്നവന് ഒരു ആത്മീയ കുഷ്ഠം കൂടെ കിട്ടുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ധനം സമ്പാദിക്കാൻ അതിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തികൾ ആത്മാവിൻ്റെ സ്പർശനം ഏൽക്കാൻ കഴിവില്ലാത്തവരായി, സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടവരായി തീരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദ്രവ്യം സമ്പാദിപ്പാനും പണം സമ്പാദിപ്പാനും ആടുമാടുകളെ ഉണ്ടാക്കുവാനും ദാസീദാസന്മാരെ ഉണ്ടാക്കുവാനും ഇതാകുന്നുവോ സമയം? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം നമ്മളെ എന്ത് ഫലമേൽപ്പിച്ചിരിക്കുന്നോ അത് ചെയ്യുവാനുള്ള വലിയ ഒരു ചിന്ത, ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ അശുദ്ധിയോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കരുത്. നയമാൻ വന്നു നിന്നപ്പോൾ അവൻ പുറത്തിറങ്ങി പറഞ്ഞില്ല ഒരു കാര്യവും പ്രതിഗ്രഹം കൈക്കൊള്ളാൻ അവൻ തയ്യാറായില്ല. 3 രാജാക്കന്മാരുടെ കാല് പിടിച്ചിട്ട് അവൻ പറയുന്നത്, ഈ യഹോശാഫാത്തിന്റെ മുഖം ആദരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ നോക്കുക പോലുമില്ലായിരുന്നു. സ്വന്തം രാജാവിനോടാണ് പറയുന്നത്. അവനെ കൊല്ലാൻ അധികാരമുള്ള വ്യക്തി, പക്ഷെ അവന് പേടിയില്ലായിരുന്നു. അരാം സൈന്യം അവനെ പിടിക്കാൻ വന്നപ്പോൾ അവന് പേടിയില്ലായിരുന്നു. അവൻ ഭയരഹിതനായിരുന്നു. കാര്യം അവൻ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ജീവിക്കുന്നത് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ തുറന്ന സ്വർഗത്തിന്റെ കീഴിലിരിക്കാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. എന്നാലേ നമുക്ക് അവനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ബാക്കി ഉണ്ടാവുകയുള്ളൂ. അവൻ ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിരുന്ന സമയത്തും അവൻ ദൈവത്തിനും അതുപോലെ തന്നെ അപ്രോച്ചബിൾ ആയിരുന്നു. അവൻ ദൈവത്തിന്റെ തുറന്ന സ്വർഗം, ആ ഹോട്ട് ലൈൻ അവൻ എപ്പോഴും സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ അവൻ്റെ സാമ്രാജ്യം പണിയാനല്ല നോക്കിയത്, ദൈവരാജ്യം പണിയാനാണ്. ഏലിയാവിനെ ഫലമേൽപ്പിച്ച ജോലി പോലും ചെയ്യാൻ അവന് മടിയില്ലായിരുന്നു. കാര്യം അവന് വേണ്ടി അല്ല ജീവിച്ചത്. ഹി വാസ് എ മാൻ ഹു വാസ് ലിവിങ് ഫോർ അതേഴ്സ്. യേശു കർത്താവ് ഹി വാസ് എ മാൻ ഹു വാസ് ലിവിങ് ആൻഡ് ഡൈയിങ് ഫോർ അതേഴ്സ്. നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുകയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഏലീശ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് അവൻ വിശുദ്ധനായി തീരുന്നത്. ഏറ്റവും ഒടുവിൽ അവൻ്റെ ഇൻഫ്ലുവൻസ്. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റിയേക്കും, നല്ല കാര്യം. പക്ഷെ പ്രവർത്തനത്തിനും അപ്പുറത്താണ് നമ്മൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എത്ര പേര് നമ്മളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇന്ന് രാത്രിയിൽ എലീശായുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? എലീശ അവൻ്റെ ഏറ്റവും ചെറിയ പ്രായം മുതൽ ഭക്തനായിട്ട് ജീവിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ അവൻ്റെ മനസ്സിൽ കിടന്നിരുന്ന ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ തലമുറയിൽ എനിക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കണം. എത്ര പേർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവശ്യപ്പെടും? എത്ര പേര് ആവശ്യപ്പെടും, കർത്താവേ ഈ തലമുറയിൽ, എൻ്റെ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുന്നവനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ പ്രതിനിധീകരിക്കുന്നവളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ അംബാസഡർ ആകാൻ ആഗ്രഹിക്കുന്നു. അത് ചെറിയ കാര്യമല്ല, പ്രയാസമുള്ള കാര്യമാകുന്നു നീ ചോദിച്ചത്. ഇഫ് യു സീ ആൻ ഓപ്പൺ ഹെവൻ, അല്ലാതെ പറ്റത്തില്ല. തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലിരിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ലോകത്തിലേക്ക് കണ്ണുകൾ ഓടിച്ചു നടക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിയത്തില്ല. പണം കണ്ട് കൊതിക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിയത്തില്ല. മോഹങ്ങളിൽ ജീവിക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിയത്തില്ല. നിങ്ങൾ തയ്യാറാണോ സ്വർഗത്തിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന ആ സ്വർഗത്തിലേക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കാൻ പറ്റും. ഒരു വലിയ സ്ട്രെയിൻ ചെയ്ത് അത് വളരെ അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ഭയങ്കര ഒരു ഡിസിപ്ലിനാണ്. എൻ്റെ കണ്ണുകൾ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളിലേക്കും പോകാതെ സ്വർഗവുമായിട്ട് ഹോട്ട് ലൈൻ സൂക്ഷിക്കുന്ന ഒരു സ്റ്റേജ്. അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്കിൽ പറഞ്ഞാൽ മതി, കർത്താവെ നിന്റെ പ്രതിനിധിയാകണമെന്ന്. കർത്താവെ ഒരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ലോകത്തിലേക്ക് കണ്ണുകൾ കളയാതെ ഓടിക്കാതെ സ്വർഗത്തിലേക്ക് മാത്രം കണ്ണുകൾ ഓടിച്ചുകൊണ്ട് നിന്നെ പ്രതിനിധീകരിക്കുന്ന, നിന്റെ പ്രതിനിധിയായി ഈ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് എത്ര പേര് പറയും? പ്രയാസമുള്ള കാര്യമാകുന്നു നീ ചോദിക്കുന്നത്. കാരണം തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലിരിക്കുന്നവന് മാത്രമേ പ്രവാചകനാകാൻ കഴിയത്തുള്ളൂ. സ്വർഗവുമായിട്ടുള്ള ഒരു ഹോട്ട് ലൈൻ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അവൻ്റെ പ്രതിനിധിയാകുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പറയാമോ, കർത്താവേ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലിരിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വാ തുറന്ന് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ കർത്താവിനോട് പറ, കർത്താവേ നിന്റെ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ
ഈ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു കർത്താവേ. എന്റെ കണ്ണുകൾ ഇനി ലോകത്തിലേക്കല്ല, എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. എന്റെ കണ്ണുകൾ ഇതിന്റെ ലോകത്തിന്റെ മോഹങ്ങളിലേക്കല്ല, പണത്തിലേക്കല്ല, കസേരയിലേക്കല്ല, തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. എന്റെ കണ്ണുകൾ എന്റെ ചുറ്റുപാടുമുള്ളവരുടെ ഫാഷനിലേക്കല്ല, എന്റെ കണ്ണുകൾ കർത്താവെ തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. എന്റെ കണ്ണുകൾ മറ്റുള്ളവരുടെ ആ ആർഭാടകരമായ ജീവിതത്തിലേക്കല്ല, എന്റെ കണ്ണുകൾ മോഹങ്ങളിലേക്കല്ല, എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. കർത്താവെ, നിന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം, ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെനിക്ക് തരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.